യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയംവോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയംവോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഃ ഓം ഹരിഃ ഓം. എല്ലാവരും നിവർന്നിരുന്ന് കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ സംയുക്തമായ ഒരു തപോനുഷ്ഠാനമായി കരുതി ഓംകാരം ജപിക്കുക. ദാ ഓ എല്ലാവരും പങ്കെടുക്കണില്ലേ? ഓ ഹരിഃ ഓം തത്സത്. ജയ ഗുരു. പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാ രവിഃ എന്നിങ്ങനെയാണ് 24 ഗുരുക്കന്മാരെ പറ്റി അവധൂതൻ പറഞ്ഞത്. ഓരോന്നിൽ നിന്നും അല്ലെങ്കിൽ ഓരോരുത്തരിൽ നിന്നും ഗ്രഹിച്ച പാഠങ്ങൾ തനതായിട്ട് പറയുകയാണ്. അതിൽ ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം ഇന്നലെ സംസാരിച്ചത്. ഈ ഭൂമി എന്ന് പറയുമ്പോൾ ആ ഭൂമിയിലുള്ള വിഭവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൂട്ടിപ്പിടിക്കണം. അങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ പർവ്വതം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നദി ഒഴുകി ശാശ്വതം എന്ന് പറയട്ടെ കൊല്ലം മുഴുവനും ഒഴുകിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത് ഉയർന്ന പർവ്വതത്തിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ്. ഏറ്റിറക്കില്ലെങ്കിൽ പുഴ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതുമാതിരി വൃക്ഷങ്ങളും ലതാദികളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വൃക്ഷം പരിപൂർണമായും പരഭൃത്തുക്കളാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവരുടെ നിലനിൽപ്പും കായ്പും പൂക്കലും എല്ലാം തന്നെ. ഈ വൃക്ഷത്തെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മ വരിക. വളരെ ചെറുപ്പകാലത്ത് സുഭാഷിത രൂപത്തിൽ കേട്ടതും പഠിച്ചതുമായ ഒരു ശ്ലോകമാണ്. പ്രഥമ വയസി ദത്തം തോയമൽപം സ്മരന്തഃ ശിരസി നിഹിതഭാര നാരികേള നരാണാം സലിലമൃതകൽപ്പം ദദ്യുരാജീവനാന്തം നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. നാം കേരളക്കാരല്ലാത്തവരും ഇവിടെ ഉണ്ടാവാം ഒരു പക്ഷേ. എന്തായാലും മലയാളം പറയുന്നവരാവുമെന്ന് വിചാരിക്കുന്നു. ഈ കേരളം എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? കേരവൃക്ഷത്തിൽ നിന്ന് വന്നതാണ് കേരളം. കൽപ്പകവൃക്ഷമാണ് തെങ്ങ് എന്ന് പറയാറുണ്ട്. എന്താ ഈ തെങ്ങിന് എന്തെങ്കിലും ഒരു വിശേഷമുണ്ടോ ചോദിച്ചാൽ വിശേഷമുണ്ട്. കൊല്ലത്തിലെ എല്ലാ സമയത്തും അതിൽ കായാണ്. അത് നെട്ടു വളർത്താനുള്ള പ്രയത്നം എങ്ങനെയാണ്? വാസ്തവത്തിൽ മണപ്രദേശത്താണ് കൂടുതലും തെങ്ങ് വയ്ക്കുക. അവിടെ 3 വർഷം അത് നെട്ട് നനച്ചാൽ മതി. സാധാരണ എപ്പോഴാണ് തെങ്ങ് വയ്ക്കുക എന്നറിയോ? കുംഭമാസത്തിലാണ്. കുംഭത്തിൽ വച്ചാൽ മീനം, മേടം, ഇടവപ്പാതി ആവുമ്പോഴേക്കൊക്കെ നല്ലപോലെ മഴയാവും. അതിന് മുമ്പേ മഴ തുടങ്ങും. അപ്പോൾ കുംഭമാസത്തിൽ തെങ്ങ് അങ്ങോട്ട് വച്ച്
അതിൽ വേണ്ടി വന്നാൽ ഒരു കുടത്തിൽ വെള്ളം നിറച്ച് ആ കുടത്തിൽ ചെറിയ ഒരു തുളയുണ്ടാക്കി അതിൽ തുണി കൊണ്ട് തിരിയിട്ട് അടച്ച് ആ തെങ്ങ് നട്ടിട്ടുള്ള ആ തൈ ഉണ്ടല്ലോ, ആ തൈയിൻ്റെ തടത്തിൽ മണലിൻ്റെ മുകളിൽ വയ്ക്കും. അപ്പോൾ എറ്റ ഈ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും 24 മണിക്കൂറും എന്നാണ് പ്രമാണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, കേരളക്കാരാണെങ്കിലും. അങ്ങനെ 3 മാസം ഈ തെങ്ങ് നനയ്ക്കുമ്പോഴേക്കും മഴക്കാലമായി. മഴക്കാലം എന്ന് പറയുമ്പോഴോ അവിടുന്ന് അങ്ങോട്ട് വൃശ്ചികം ധനുമാസം വരെയൊക്കെ മഴയാണ്. കുംഭം മീനം മേട ഇടവം കഴിഞ്ഞാൽ മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു 7 മാസം അതിന് മഴ കിട്ടി. അപ്പോൾ 10 മാസത്തെ വളർച്ചയായി. പിന്നെ വാസ്തവത്തിൽ ഈ മണൽ പ്രദേശത്തിന് ഈ തെങ്ങിന് വെള്ളം ഒഴിക്കുകയേ വേണ്ട. എന്നാൽ ഈ വച്ച ദിവസം മുതൽക്ക് 3 മാസമുള്ള നന വളരെ മുറയ്ക്ക് കോട്ടം കൂടാതെ നടത്തണം. ഇത് വളരെ അത്യാവശ്യമാണ്. ഒരു തെങ്ങിന് യജമാനൻ നൽകുന്നത് ഇത് മാത്രമാണ്. അത് നനയ്ക്കുന്ന ആള് ഈ 3 മാസത്തെ നനവാണ് അതിന് നൽകുന്നത്. പ്രഥമ വയസി ദത്തം തോയമൽപ്പം സ്മരന്തഃ. ഈ 3 മാസത്തെ നന വളരെ അധികമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ അല്പേ ഉള്ളൂ. അല്പകാലികമായിട്ടുള്ള ഒരു നനവാണ് ആ തെങ്ങിന് കൊടുത്തിട്ടുള്ളത്. അതാണ് ഭർതൃഹരി പറയുന്നത്, പ്രഥമ വയസി ദത്തം, ആദ്യത്തെ വയസ്സിൽ, തോയം അല്പം സ്മരന്തഃ, അല്പമായ തോയം വെള്ളം സ്മരിച്ചുകൊണ്ട്, ശിരസി നിഹിത ഭാരാനാരികേല നരാണാം. അത് കായ്ക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? പഴയ കാലത്ത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കായ്ക്കുക. ഇപ്പോൾ പുതിയ ചില വെറൈറ്റിയൊക്കെ ഉണ്ട് തരങ്ങൾ. അത് 3 കൊല്ലം കഴിഞ്ഞാൽ കാച്ചു തുടങ്ങും. എന്താ ഈ കായ? തേങ്ങ. അതെവിടെയാ? തലയിലാണ്. പൊക്കം കൊല്ലം തോറും കൂടി വരും, പട്ടകളൊക്കെ താഴത്തേക്ക് വീഴും. സാധാരണ മരം ഈ തടി എന്ന് പറയണത് വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ പൂവാറാണുള്ളത്. ഇതെങ്ങനെയാ? ഒരേ മാതിരിയുള്ള തടി മേപ്പെട്ട് പോയി പട്ടകളൊക്കെ വീണ് കൊലകളും വീണ് നാളികേരവും വീണ് അങ്ങനെ മേപ്പെട്ട് പോകുന്ന വിശേഷപ്പെട്ട ഒരു വൃക്ഷ. ആ തെങ്ങിൻ്റെ എല്ലാ അവയവങ്ങളും നമുക്ക് ഉപയോഗിക്കാം എന്നാ പറയുക. തെങ്ങിൻ്റെ വേര്, തെങ്ങിൻ്റെ ആ മരം, ഉള്ളിലുള്ള ചോറ്, പട്ട, ഈർക്കൽ, എന്തൊക്കെയാ, കൊതുമ്പ്, പൊതുമ്പ് ഒക്കെ അതിൽ ഉപയോഗിക്കാം. ഒരു കൊതുമ്പ് കിട്ടിയാൽ 2 നാഴി അരി വേവിക്കാമെന്നാണ് പറയുക, ഒരു കുഴപ്പമില്ലാതെ. ഇതൊക്കെയാണ് നമ്മുടെ പ്രമാണം. അപ്പം ആ തെങ്ങ് എന്ത് ചെയ്യുന്നു? പ്രഥമ വയസി ദത്തം തോയമൽപ്പം സ്മരന്തഃ ശിരസി നിഹിത ഭാര. ആ ശിരസിൽ അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുക അതിൻ്റെ ഭാരം. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോയെന്ന്. മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഒരു ഭാരം ഇടപെടാതെ ചുമക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരാളുണ്ടോ അവിടെ തലയിൽ ഭാരം കയറ്റി വെച്ച് 24 മണിക്കൂറും അങ്ങോട്ട് ചുമന്നങ്ങോട്ട് നടക്കുക തന്നെ? എപ്പോഴാ തെങ്ങിന് ഭാരം കുറവ്? ഒരു കൊല ഇട്ടാൽ അതിൻ്റെ അപ്പുറത്ത് 2 കൊല ഉണ്ടാവും. അത് ഇട്ടാൽ പിന്നെ 3 കൊലയായി. അങ്ങനെ 12 കൊല ഉണ്ടാവും. ഓരോ ദിവസം, ഓരോ മാസത്തേക്ക് ഓരോ പട്ടയാണ്. ഒരു പട്ടയ്ക്ക് ചിലപ്പോൾ 2 പട്ട 2 കൊലയുണ്ടാവും, അല്ലെങ്കിൽ ഒരു പട്ടയ്ക്ക് 1 കൊല തീർച്ചയാണ്. അപ്പോൾ 10 കയറ്റം 12 കയറ്റം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ 12 കൊല തേങ്ങ തുടർച്ചയായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആ തേങ്ങ തടിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് തേങ്ങയായിട്ട് കിട്ടണത്. 1.5 കൊല്ലം എടുക്കും അത് പുറത്ത് വന്ന് അങ്ങോട്ട് വിരിഞ്ഞ് മച്ചിങ്ങയായി തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു വൃക്ഷ. അതിങ്ങനെ ചെയ്യണതോ എന്തിനു വേണ്ടിയിട്ടാ? പ്രഥമ വയസി ദത്തം തോയമൽപ്പം സ്മരന്തഃ. ആദ്യകാലത്ത് എന്നെ നനച്ച് വളർത്തിയവൻ എനിക്കൊരു 3 മാസക്കാലം കടയിൽ വെള്ളമൊഴിച്ച് നനച്ചുവല്ലോ. ആ നനച്ചതിൻ്റെ കൃതജ്ഞത ഓർമ്മ വെച്ചുകൊണ്ട്, ആ കൂറ ഓർമ്മ വെച്ചുകൊണ്ട്, ശിരസിൽ തന്നെ എനിക്ക് വെള്ളമൊഴിച്ചത് കടയിലാണ്, ഞാൻ തലയിലാണ് താങ്ങാൻ പോണത്. ആ തലയിൽ താങ്ങി നാരികേളാനരാണാം. അതിലെന്താ? സലിലമൃതകൽപ്പം ദദ്യുരാജീവനാന്തം. അമൃത് തുല്യമായിരിക്കുന്ന വെള്ളമാണ് മടക്കി തരുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഇളനീര് ശരിയായിട്ടുള്ള ഒരു പ്രായത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഇളനീര് നേരിട്ടെടുത്ത് ഇഞ്ചക്ഷൻ ശരിക്കും ഇൻട്രാവീനസ് കൊടുക്കാമത്രേ, ഒരു കുഴപ്പവും വരില്ല എന്ന്. അത്രയ്ക്ക് ശുദ്ധമാണത് എന്നാണ് പറയുന്നത്. അതോ നറിഷ്മെൻറ്റുമാണ്, പോഷണവുമാണ്. അപ്പം അമൃത് സദൃശമായിരിക്കുന്ന വെള്ളം ആജീവനാന്തം ദദ്യുഹു. ആജീവനാന്തം എന്ന് പറഞ്ഞാൽ എന്താ? താൻ ഉള്ളിടത്തോളം കാലം വീണു പോകുന്നത് വരെ തലയിലാണ് ചുമന്ന് യജമാനനോട് ആ കൂറും കടപ്പാടും മനസ്സിൽ ധരിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നത്. സലിലമൃതകൽപ്പം ദദ്യുരാജീവനാന്തം. ഇത് കണ്ടിട്ട് എന്താ നാം പഠിക്കുന്നത്? നഹികൃതമുപകാരം സാധവോ വിസ്മരന്തി. നല്ല മനുഷ്യരുണ്ടല്ലോ, ചെറിയ ഒരു ഉപകാരം ചെയ്താൽ പോലും
അതിന് ജീവിതത്തിൽ മറക്കരുത്. അത്രത്തോളം കൂറും കടപ്പാടും വേണം. ഒരു തെങ്ങിന് മനുഷ്യനോട് ഇത്രയധികം കൂറും കടപ്പാടും ഉണ്ടെങ്കിൽ ആ തെങ്ങിനെ കണ്ട് പഠിക്കുന്ന മനുഷ്യന് ഈ പ്രകൃതിയോടും ഈശ്വരനോടും എത്ര കൂറും കടപ്പാടും വേണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് എനിക്കൊന്ന് ചിത്രീകരിച്ച് തരാമോ? അതിനെ ഒരു പടത്തിലോ മറ്റും. നാം എന്നാ ചെയ്യുന്നതോ? ഈശ്വരൻ എന്നൊന്നും ഉണ്ടോ? പലരുമില്ല എന്ന് പറയുന്നവരുണ്ട്. ഇനി ഉണ്ടെന്ന് പറയുന്നവർ തന്നെ ആ ഈശ്വരനോടുള്ള കൂറും കടപ്പാടും വേണ്ടതുപോലെ കാണിക്കുന്നുണ്ടോ? അവിടെയാണ് ഈ ഭാഗവത ധർമ്മങ്ങൾ എന്നൊന്ന് വേദവ്യാസ മഹർഷി അവതരിപ്പിച്ചത് ഈ കൃഷ്ണൻ്റെ ഉപദേശത്തിന് മുൻപ്. ഭാഗവതനാകുക എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രിയനാകുക. ഭഗവാനെ നമുക്ക് പ്രിയമുണ്ടാവണം, നമ്മെ ഭഗവാനും പ്രിയപ്പെട്ടവനാക്കി തീർക്കണം. ആദ്യമായിട്ട് ഭഗവാനോട് നിങ്ങൾക്ക് പ്രിയം തോന്നണം, ഇഷ്ടം തോന്നണം. എനിക്ക് ഈ ലോകത്തിൽ ഇഷ്ടപ്പെട്ടവൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഈശ്വരനാണ് എന്നൊരു തോന്നൽ. അച്ഛനമ്മമാരല്ല, ഭാര്യ ഭർത്താക്കന്മാരല്ല, മക്കളും മരുമക്കളുമല്ല, സഹോദര സഹോദരങ്ങളല്ല, വെറും ചങ്ങാതിമാരോ ബന്ധുക്കളോ അല്ല. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈശ്വരൻ തന്നെ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വേണം. ആ തോന്നലിനെ മുൻനിർത്തി പ്രവർത്തിക്കണം. അപ്പോഴാണ് ഭഗവാൻ പ്രിയനാകുന്നത്. അങ്ങനെ പ്രിയനായാൽ ആ ഭഗവത് പ്രിയൻ എങ്ങനെയാണ് ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നവയോഗികൾ പറഞ്ഞു കൊടുത്തത്. അതാണ് നമ്മുടെ ആ പുസ്തകം ഉണ്ടല്ലോ, ഈശ്വരാനുഭവം ചൊരിയുന്ന യോഗിവാണികൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കി മാറ്റുരച്ച് നോക്കിക്കോളൂ. ഈ ഭാഗവത ധർമ്മം, ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ, ആ ഭക്തൻ അനുഷ്ഠിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ എല്ലാ മൂല്യങ്ങളും നിഷ്ഠാനിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും കാഴ്ചപ്പാട്, വീക്ഷണം, വിലമതിപ്പ് എല്ലാം തന്നെ അതിലുണ്ട്. അതിൽ മാറ്റുരച്ച് നോക്കി നമുക്കൊരു ഭാഗവതനാകാൻ സാധിച്ചാൽ എന്താ സംഭവിക്കുക? ഈശ്വരൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്യും. ഏത് ധർമ്മങ്ങൾ കൊണ്ടാണോ ഭഗവാൻ സന്തുഷ്ടനായി തന്നെ ഭക്തന് പ്രദാനം ചെയ്യുന്നത്, ആ ധർമ്മങ്ങൾ എനിക്ക് ഉപദേശിക്കൂ എന്നാണ് നിമി ചക്രവർത്തി ആവശ്യപ്പെട്ടത്. അതിന് ഉത്തരമായിട്ടാണ് നവയോഗികൾ പറഞ്ഞത്. ഓരോ ഭാഗം എടുത്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗവതന് പ്രകൃതിയോടോ ഈശ്വരനോടോ എത്രത്തോളം കടപ്പാട് വേണം, എത്രത്തോളം കടപ്പാട് വേണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ഭർതൃഹരിക്ക് പറയാനുള്ളത്. പ്രഥമ വയസി ദത്തം തോയമൽപം സ്മരന്ത ശിരസി നിഹിതഭാര നാരികേളാനരാണാം സലിലമൃതകൽപ്പം ദദ്യുരാജീവനാന്തം നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനിർനൈവേന്ദ്രിയപ്രിയൈഃ ജ്ഞാനം യഥാ ന നശ്യേത നാവകീര്യേത വാങ്മനഃ. പരോപകാരപ്രദമായി ജീവിതം നയിക്കാൻ സാധിക്കാതെ നമ്മുടെ ശരീരത്തെ ഈശ്വരൻ തന്നിട്ടുള്ള ഒരു സമ്മാനമാണ്. ആ സമ്മാനം നാം വിനിയോഗിക്കുന്ന സമയത്ത് അങ്ങേയറ്റം ഈശ്വര സൃഷ്ടികളോട് നമുക്ക് ഉപകാരപ്രദമായ ഒരു ജീവിതചര്യ നയിക്കണം എന്ന് തോന്നാനായിട്ട് എന്തു വേണം? സ്വാർത്ഥത പോണം. നമ്മുടെ സ്വാർത്ഥത കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാ? നാം ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾക്ക് എന്ത് കണ്ടാലും നല്ലൊരു പുഷ്പം കണ്ടാൽ അതെടുക്കുക, എൻ്റെ തലയിൽ ചൂടുക. അത് അവിടെ തന്നെ ചൂടി നിന്നപ്പോൾ എന്താ വിരോധം? ഭംഗിയായിട്ട് ചൂടിയിട്ടുണ്ടല്ലോ ഒരു തലയിൽ, അത് പോരാ. ഇതുകൊണ്ട് ആരെങ്കിലും കാണുമോ? അത് കാണൂല്ല, വല്ലവരും കാണും, നമുക്ക് കാണാനുമല്ല. അപ്പോൾ ഒന്നിനെയും അതത് സ്ഥാനങ്ങളിൽ ഇരിക്കാൻ അനുവദിക്കാതെ നമുക്കൊരു സമ്പ്രദായമുണ്ട്. എന്താ ഈ സ്വാർത്ഥതയ്ക്കൊക്കെ കാരണം? അപ്പോൾ ഈ സ്വാർത്ഥത കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് എവിടുന്നാ കുറയ്ക്കുക? ആലോചിച്ച് നോക്കൂ. ആദ്യമായിട്ട് എല്ലാവർക്കും കോമണായ ഒരു കുട്ടിയടക്കം വൃദ്ധനടക്കം ആവശ്യം ഭക്ഷണമാണ്. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയ സുഖം. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് വയറ്റിന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. വയറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ വയറ് എത്ര ആവശ്യപ്പെടുന്നുവോ അത്ര കൊടുക്കുക. വയറിന് ലോഡ് ഉണ്ടാക്കരുത്. കേൾക്കണുണ്ടോ നിങ്ങൾ? വയറിന് ലോഡ് ഉണ്ടാക്കരുതെന്ന്. ഒരു കുട്ടിയുടെ ചുമലിൽ ഒരു 8 കിലോ ഭാരം വെച്ച് നടക്കൂ എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? നടക്കില്ല. അപ്പോൾ വയറ്റിന് എത്ര ആകാൻ പറ്റുമോ ദഹിപ്പിക്കാൻ അത്രേ കൊടുക്കാൻ പാടുള്ളൂ. വയറേ, ഞാനൊരു 4 ഉരുള കൂടുതൽ ഊണ് കഴിച്ചാൽ നിനക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചിട്ടാണോ കഴിക്കണത്? അതോ വായയുടെ നാവിൻ്റെ രുചി നോക്കി
അങ്ങനെ ഇങ്ങോട്ട് വിഴുങ്ങേ. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനൊരു പ്രമാണം വേണ്ടേ? പ്രാണവൃത്യൈവ സന്തുഷ്യേത്. അതാണ് ഇവിടെ കൃഷ്ണൻ അവധൂതനെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ഭക്തന്മാരോടും പറയുകയാണ്, പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനിർ നൈവേന്ദ്രിയപ്രിയൈഹി. നമ്മുടെ ശരീരം എന്തിനു വേണ്ടിയിട്ടാ? പ്രാണൻ നിലനിൽക്കാൻ. പ്രാണൻ നിലനിൽക്കണമെങ്കിൽ ആഹാരം കഴിക്കാതെ പറ്റില്ല. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ജഠരാഗ്നി. എന്ത് ജഠരം? ജഠരം എന്ന് പറഞ്ഞാൽ വയറ്. അതിലൊരു അഗ്നിയുണ്ട്. അഗ്നി ദീപകശക്തി എന്നൊക്കെയാണ് നല്ല ഭാഷയിൽ ആയുർവേദക്കാർ ഉപയോഗിക്കുക. നമ്മൾ കഴിച്ച ഭക്ഷണം മുഴുവനും ദഹിപ്പിക്കാൻ പറ്റിയ തരത്തിൽ ഒരു അഗ്നി പ്രവർത്തനം, അവിടെ ചൂടോട് കൂടിയിട്ടുള്ള ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ ജഠരാഗ്നി അതിന് സമയമായി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് തോന്നുന്നതാണ് നമ്മുടെ വിശപ്പ്. അപ്പോൾ ഈ വിശപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ തിരക്കിൽ മറന്നു പോകരുത്. ഭക്ഷണം കൊടുക്കണം വയറ്റിന്. ഒന്നുമില്ലാതെ വയറ് നിൽക്കില്ല, വയറ് ആവശ്യപ്പെടുന്നു ഭക്ഷണം. ആ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലോ പാവം ഇങ്ങനെ അമർത്തി അതിനെ ദഹിപ്പിക്കുകയായി. ഇതുവരെ അതിലുള്ള സത്ത് മുഴുവനും ശരീരത്തിൽ അബ്സോർബ് ചെയ്തെടുക്കണം. എന്നിട്ടത് രക്തമായി രൂപാന്തരപ്പെടണം. ഇത് സ്വാഭാവികമായി അനിവാര്യമായി നടക്കുന്ന ഒരു പ്രക്രിയ. അതിൽ നാം ആരും ഇടപെടുന്നില്ല. നാം ഇടപെടുന്നത് എവിടെയാ? വായിലിടുന്നത് വരെ. വായിൽ രുചി നോക്കി നല്ലതാണെങ്കിൽ 4 കബള, അല്ല 4 അല്ല 40 കളയാം. ഇവിടെ വടക്കാഞ്ചേരിയിൽ പഴയ കാലത്ത് ഒരു സദ്യ നടത്തി അത്ര ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ. അദ്ദേഹം കുറച്ച് പണവും സൗകര്യവും ഉള്ള ആളായിരുന്നു. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചു. അടപ്രഥമനാണ്. എന്ത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? പാലടപ്രഥമനാ. ആ പാലടപ്രഥമൻ എല്ലാവരും ഊണ് കഴിച്ചതിന് ശേഷം അദ്ദേഹം കയ്യിൽ കുറച്ച് തുട്ടുകൾ എന്ന് പറഞ്ഞാൽ നാണയങ്ങളുമായി വന്നു. ഒരു കയ്യിലും കൂടി വിളമ്പിയാൽ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇലയിലാണ് ഇട്ട് തരുന്നു. എന്നിട്ട് 15 കയ്യിൽ കഴിച്ചു വരേണ്ടത്. ഊണൊക്കെ കഴിഞ്ഞ് ആരും മുമ്പ് പറഞ്ഞിട്ടില്ല. വയറൊക്കെ വീർത്തതിന് ശേഷം ഓരോ കയ്യിലുമുള്ള പണത്തിനെ കണക്കാക്കി അവർ ഊണ് കഴിച്ചു എന്നാണ് പറയണേ. പുറത്ത് പോയിട്ട് ഛർദ്ദിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്താ അതിൻ്റെ ഒരർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രാണവൃത്യൈവ സന്തുഷ്യേത്. നമ്മളൊരു സന്തോഷം ജനിപ്പിക്കണം. എങ്ങനെ? പ്രാണവൃത്തി. പ്രാണന് പ്രവർത്തിക്കാൻ പറ്റിയ തരത്തിൽ എൻ്റെ ശരീരത്തിൽ ജഠരാഗ്നി പ്രവർത്തിക്കുന്നത് പോലെ പഞ്ചപ്രാണങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്ന് പറയുന്ന പഞ്ചപ്രാണങ്ങളുണ്ട്. ഓരോ പ്രാണനും ഓരോ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികളെല്ലാം വേണ്ടതുപോലെ നടന്ന് ശരീരം സമഞ്ജസമായി സമതുലിതമായി സംഗ്രഥിതമായി ഇരിക്കണം, പ്രവർത്തിക്കണം എന്ന് കണക്കാക്കി അതിന് വേണ്ട ഭക്ഷണം നൽകുക. വിശപ്പ് അതിനാണ്, അല്ലാതെ വാരിക്കോരി തിന്നാനല്ല. പ്രാണവൃത്യൈവ സന്തുഷ്യേത്. അങ്ങനെ പ്രാണനെ നിലനിർത്താൻ മാത്രമുള്ളതായ ഭക്ഷണ വ്യവഹാരം കൊണ്ട് സന്തോഷം അനുഭവിക്കുന്നവൻ മുനിർ നൈവേന്ദ്രിയപ്രിയൈഹി. ആരാത് പറയുന്നത്? അവധൂതനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവധൂതൻ എങ്ങനത്തവനാ? ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെയാ. ആരോടും പോയി ചോദിക്കുക എന്നുള്ള സമ്പ്രദായമില്ല. ചോദിക്കുന്നതിനും വിരോധമൊന്നുമില്ല. അപ്പം പ്രാണവൃത്യൈവ സന്തുഷ്യേത് മുനിഹി നൈവേന്ദ്രിയപ്രിയൈഹി. പദങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ദ്രിയപ്രിയൈഹി. നാവിൻ്റെ പിന്നാലെ, നാവിൻ്റെ ഇഷ്ടപ്പെടിക്ക്. നാവേ, നിനക്ക് പഞ്ചസാര പായസം മതിയായോ, അതോ ഒരു കയ്യിലും കൂടി വേണോ? ആയിക്കളയാം. നാവിനോട് ചോദിച്ചല്ല ഭക്ഷണം കഴിക്കേണ്ടത്. അതുമാതിരി ഒരൊറ്റ ഇന്ദ്രിയത്തോട് ചോദിക്കേണ്ട. കണ്ണേ, നിനക്ക് കണ്ടു മതിയായോ ചോദിക്കരുത്. ചെവി, നീ കേട്ടു മതിയായോ? ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കല്ല. നൈവേന്ദ്രിയപ്രിയൈഹി. ആ മാനദണ്ഡം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ശരീരം മുഴുവൻ നിലനിൽക്കുന്നത് മനസ്സിനും ബുദ്ധിക്കും വിനിയോഗിക്കാനാണ്. അവിടെ മനസ്സാണ് പ്രമാണം, ബുദ്ധിയാണ് അവിടെ പ്രമാണം. മനസ്സിൽ തോന്നിയാൽ പോലും ബുദ്ധി കൊണ്ട് പരിശോധിച്ച് നോക്കി ഈ മനസ്സിൻ്റെ തോന്നൽ ശരിയോ തെറ്റോ, അത് ആവശ്യമോ അനാവശ്യമോ, എന്താ എന്ന് വിവേകപൂർവം വിശേഷബുദ്ധിയോടുകൂടി ഗുണദോഷങ്ങളെ താരതമ്യ പഠനം നടത്തി വിലയിരുത്തി നിശ്ചയിച്ചു കൊണ്ട് വേണം നാം എന്തും ചെയ്യാൻ. തലയ്ക്ക് കീഴിലാവണം എല്ലാ പ്രവൃത്തികളും. ഉത്തമാംഗമാണ് നമ്മുടെ തല, അതിൻ്റെ ഉള്ളിലുള്ളതാണ് ബുദ്ധി. അത് വളരെ ശ്രദ്ധിക്കുക. നൈവേന്ദ്രിയപ്രിയൈഹി. ഇന്ദ്രിയങ്ങൾക്ക് പ്രിയമാവുന്ന തരത്തിൽ എന്ന് വിചാരിച്ച് നാം ഒന്നും ചെയ്യരുത്. ജ്ഞാനം യഥാനശ്യേത നാവകീര്യേത വാങ്മനഃ. നിങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? എന്ത് മുത്ത് പോലെയാ. അനശ്വര മുക്തകങ്ങൾ എന്ന് വെറുതെ അല്ല പറയുന്നത്.
എത്ര വിശേഷപ്പെട്ടതാ. ജ്ഞാനം യഥാ നനശ്യേത, നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോവരുത്. വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ഓർമ്മ വയ്ക്കണം, പഠിക്കാൻ സാധിക്കണം, സ്മരിക്കാൻ സാധിക്കണം, സ്മരിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റണം. നമ്മുടെ ജ്ഞാനത്തിന് ഒരു കോട്ടവും വരരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധിയൊക്കെ വേണ്ടതുപോലെ പ്രവർത്തിച്ച് കൈകാലുകൾ അനക്കാൻ പറ്റിയ തരത്തിൽ വളരെ ഊർജ്ജസ്വലമായി. കൈ മടക്കണം എന്ന് വിചാരിക്കുമ്പോൾ പറ്റണില്ല. നടക്കുമ്പോഴേ കാൽമുട്ടിൽ വേദന. എന്തിനത്ര വേദന? ആദ്യം എത്രയുണ്ടായിരുന്നു തൂക്കം? 52. ഇപ്പോഴോ 78. നോക്കൂ, നമ്മുടെ ശരീരം പെരുകി വർദ്ധിക്കുന്ന സമയത്ത് ഈ ഹാർട്ടിന് എത്ര അധികം ലോഡായി എന്നാ വിചാരിക്കണേ? 50 കിലോ തൂക്കമുള്ള ഒരു ശരീരത്തിൽ എല്ലാ സ്ഥലത്തും രക്തം എത്തിക്കണം. ആ 50-ന് പകരം 75 ആയാലോ? മനസ്സിലായില്ല കണക്ക്. 1 ഏക്കർ നനയ്ക്കണം. 1 ഏക്കർ നനയ്ക്കുന്നതിന് പകരം 1.5 ഏക്കർ ആയാൽ 1/2 ഏക്കറയും കൂടി നനയ്ക്കാൻ വെള്ളവും സ്ഥലവും ബുദ്ധിമുട്ടൊക്കെ കൂടില്ലേ? അതേമാതിരി ഹാർട്ട് വർദ്ധിക്കണില്ല. ആ ഹാർട്ട് പമ്പ് ചെയ്തിട്ട് വേണം ഈ 50 കിലോ നനച്ചുകൊണ്ടിരുന്ന ആ ശരീരം 75 ആയാൽ പകുതി ഭാരായി. അത് ഒരു ദിവസം ഒഴിവൊന്നുമില്ല, എല്ലാ ദിവസവും ടപ്പ് 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 ടപ്പ്. അതിന് വിശ്രമമുണ്ടോ? ഇല്ല. ഈ ടപ്പിൻ്റെ ഇടയിലുള്ള വിശ്രമേ ഉള്ളൂ. അപ്പം നമ്മളെപ്പോഴും ശരീരം പെരുകാതെ നോക്കണം. ഹാർട്ടിന് ലോഡാവരുത്, ലങ്സിന് ലോഡാവരുത്. ഈ വയറെന്ന് പറയുന്നത് മഹാചതിയന. ചതിയൻ നമ്പർ 1. അതോ വയറോ ചതിയൻ, അതോ നാവോ ചതിയനോ എന്നാ സംശയം. നാവാണ് ചതിയൻ. അപ്പോൾ വയറെങ്ങനെയാ? കഴിക്കുന്തോറും അത് വലുതാവും. കഴിക്കാതെ ഇരുന്നാൽ കുറേ ചുങ്ങാനും വിരോധമില്ല. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഘടകമാണത്. ജ്ഞാനം യഥാ നനശ്യേത നാഭഗീര്യേത വാങ്മനഃ. വാക്ക്, മനസ്സ്, ഇതിൻ്റെയൊക്കെ പ്രവൃത്തികളും ചലനങ്ങളും ഒന്നും തകരാറ് വരാത്ത തരത്തിൽ എല്ലാറ്റിനെയും സുഗമമായി, സമഞ്ജസമായി, സുന്ദരമായി പ്രവർത്തിപ്പിക്കത്തക്ക വിധമുള്ള ആരോഗ്യം പരിരക്ഷിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക. ഇതാണ് ഇതിൻ്റെ പ്രമാണം. സാധാരണ ഈ ഭക്ഷണം കഴിക്കുന്നതിനൊരു ക്രമമുണ്ട്. നമ്മുടെ ഭാരതീയരതൊക്കെ ചിന്തിച്ചിട്ടുള്ളവരാ. പൂരയേത് അശനേനാർദ്ധം തൃതീയമുദകേന തു വായോ സഞ്ചരണാർത്ഥായ ചതുർത്ഥം അവശേഷയേത്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൂരയേത് അശനേനാർദ്ധം. ഊണ് കഴിച്ച് വയറ് നിറയ്ക്കണത് പകുതിയേ പാടുള്ളൂ എന്ന്. പൊല്ലാപ്പ്. ഊണ് കഴിക്കുമ്പോൾ പകുതിയെ നിറയ്ക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന് കാരണം? പൂരയേത് അശനേനാർദ്ധം തൃതീയമുദകേനതു. എല്ലാം കൂടി 4 പങ്ക് വെച്ചു. അതിൽ 2 പങ്കാണ് പകുതി. 2 പങ്ക് നിറയ്ക്കുക. പിന്നെയുള്ള പകുതിയിൽ 2 പങ്കുണ്ടല്ലോ, അതിൽ 1 പകുതി വെള്ളം കുടിക്കുക. അപ്പോൾ എത്രയായി? 3/4 നിറഞ്ഞു. ഇനി ബാക്കിയുള്ളതോ അതും നിറയും. എങ്ങനെ? വായോ സഞ്ചരണാർത്ഥായ ചതുർത്ഥം അവശേഷയേത്. 4-മത്തൊരു പങ്ക് വായു ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനാ. വയറ് നിറച്ച് ഊണ് കഴിച്ച് നോക്കൂ, ശ്വാസം പോവില്ല, മേപ്പെട്ടും കീഴ്പ്പിടും പോവില്ല. ഒരിക്കൽ അങ്ങനെ എനിക്കൊരു ചതി പറ്റി. കൽക്കട്ടയിലാണ്. സ്നേഹമുള്ളവരാ. ഊണൊക്കെ കഴിഞ്ഞു. അവർ പായസം കഴിക്കാൻ നിർബന്ധിച്ചു. ഞാൻ ഈ വിളമ്പിയത് കളയണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അപ്പോ വീർപ്പ് മുട്ടുക എന്നുള്ളത് അമ്മ എനിക്ക് മനസ്സിലായത്. വല്ല വിധവും കഴിച്ചു കൂട്ടി. അപ്പം ഈ വായുവിന് സഞ്ചരിക്കാൻ ഒരു സ്ഥലം വേണം. പൂരയേത് അശനേനാർദ്ധം തൃതീയമുദകേന തു വായോ സഞ്ചരണാർത്ഥായ ചതുർത്ഥം അവശേഷയേത്. ഈ നാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ? താവജ്ജിതേന്ദ്രിയോ ന സ്യാത് വിജിതാന്യേന്ദ്രിയ പുമാൻ ന ജയേത് രസനം യാവത് ജിതം സർവം ജിതേ രസേ. ഈ 5 ഇന്ദ്രിയങ്ങളുണ്ട് നമ്മൾ. ആ 5 ഇന്ദ്രിയങ്ങളിൽ രസനം എന്ന് പറയുന്നതാണ് നാവ്. ആ നാവിനെ ജയിക്കുന്നത് വരെ ഇന്ദ്രിയജയമായി എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. പൊല്ലാപ്പിന് ഈ നാവ് എങ്ങനെയാണെന്നറിയോ? കുട്ടി മുതൽക്ക് ചാവുന്നതിന് തലേ ദിവസം ആ ഊർധ്വശ്വാസം വലിക്കുന്നത് വരെ അത് ആവശ്യപ്പെടും. ബാക്കിയുള്ളതോ നിൽക്കും. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി എന്ന് പറയുന്നവരുണ്ട്, ചെവി കേൾക്കണില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയാലും എനിക്ക് വട വേണം, അങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ നാവ് മാത്രം ചാവുന്നത് വരെ നീണ്ടു പോണതാ. അപ്പോൾ ജിതം സർവം ജിതേ രസേ. എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചു എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എപ്പോഴാ? നാവിനെ ജയിക്കാൻ പറ്റണം.
ജനനേന്ദ്രിയം പോലും ശരീരത്തിന് വാർദ്ധക്യം വരുമ്പോൾ അത് പിൻവലിഞ്ഞു എന്ന് വരും. നാവ് പിൻവലിയില്ല. വയസ്സാവുമ്പോൾ ചിലപ്പോൾ കൂടുതലാണ്. വയസ്സാവുമ്പോൾ ഭക്ഷണമൊക്കെ കുറയ്ക്കുമെന്ന് പറയാം. അത് കുറയ്ക്കൊന്നുമല്ല ചെയ്യുക, കൂട്ടുക ചെയ്യുക. എന്നിട്ടോ ഇത് മുഴുവനും വയറ്റിലാണ് വന്നിരിക്കുക. ഞാൻ എൻ്റെ വയറിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, ഒന്ന് കുറഞ്ഞു കിട്ടണം എന്ന് പറഞ്ഞിട്ട്. കുറയാൻ കൂട്ടാക്കണില്ല. എന്താ ചെയ്യുക? അപ്പോൾ എന്താ അതിൻ്റെ കാര്യം? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ. ഇതെന്താ നാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യണത്? ഇത് തമാശനും ചിരിക്കാനുമാണോ? അല്ല, ഇത് ആരോഗ്യശാസ്ത്രമാണ്. ആരോഗ്യശാസ്ത്രമാണ്. നമ്മുടെ ശരീരം നാം എങ്ങനെ നിലനിർത്തണം, അതിൻ്റെ ഇൻപുട്സ് ആണല്ലോ ഈ ഭക്ഷണം. പ്രത്യേകിച്ചും ആ ഭക്ഷണങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിദ്യേന മിഹ വൈരിണം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയാണ്, ആലോചിച്ചോളൂ. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. ഈ ആശ എന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്തിനായാലും കൊള്ളാം. ഭക്ഷണത്തിനാവട്ടെ, ആഭരണത്തിനാവട്ടെ, വസ്ത്രത്തിനാവട്ടെ, പാർപ്പിടത്തിനാവട്ടെ, എന്തോ ആവട്ടെ. ആശ എന്ന് പറഞ്ഞാൽ അത്യാർത്ഥിയാവുമ്പോൾ അത് കാമമായി, ദുരയായി. അപ്പോൾ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. മനുഷ്യൻ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? ഇഷ്ടമില്ലെങ്കിൽ പോലും ദുഷ്പ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ ചിലർ. എന്താ അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാണ്, കാമമാണ് അതിന് കാരണം. അത് തന്നെ തടസ്സപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്ന പ്രതികരണമാണ് ക്രോധം എന്ന് പറയുന്നത്. ആ കാമവും ക്രോധവുമാണ് ഇതിന് കാരണം. മഹാശനോ മഹാപാപ്മ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഹാശനഃ, അത് അഗ്നിയെ പോലെയാ. എത്ര തിന്നാലും മതിയാവില്ലത്രേ. ആർക്ക്? കാമത്തിന്. അപ്പം കാമത്തിനെ പൂരിപ്പിച്ച് തൃപ്തിപ്പെടുത്താം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മഹാശനോ മഹാപാപ്മ വിദ്യേന മിഹ വൈരിണം. ഈ ശരീരത്തിൽ അധിവസിക്കുന്ന ഉത്കടമായിരിക്കുന്ന ഒരു ശത്രുവാണത് എന്ന് മനസ്സിലാക്കൂ. രജോ ഗുണസമുദ്ഭവ. പ്രകൃതിയുടെ ഘടകങ്ങളാണ് സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ. അത് കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും അല്ല. അധ്യാത്മമായിരിക്കുന്ന 3 ഘടകങ്ങൾ, പരിഗണനകൾ. അതിൽ ആ രജോ ഗുണം രചിക്കുന്നതാണ് ഈ കാമം എന്ന് പറയുന്നത്. അത് തന്നെയാണ് തടസ്സപ്പെടുമ്പോൾ ക്രോധമായി തീരുന്നത്. അത് വളരെയധികം ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ടതാണ്. ന ജാതു കാമഃ കാമാനാം ഉപഭോഗേന ശാമ്യതി ഹവിഷാ കൃഷ്ണവത്മേവ ഭൂയയേവാഭിവർദ്ധതേ. ഇതൊക്കെ ഭാഗവതത്തിൽ 9-ാം സ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ളതാ. ന ജാതു കാമഃ കാമാനാം ഉപഭോഗായ ശാമ്യതി. ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറ്റി നിങ്ങളത് ഇല്ലാതെയാക്കാം എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെയൊക്കെ വിചാരം, അവൻ കുട്ടിയല്ലേ, കഴിച്ചോട്ടെ, ചെറുപ്പല്ലേ, ആയിക്കോട്ടെ, വയസ്സാവുമ്പോൾ പോകുന്നൊന്നും പോവില്ല. ഉള്ളിലെങ്ങനെ കടന്നു കൂടിയിരിക്കും. വലിയ കള്ളന്മാരാ അത് മുഴുവനും. തെരഞ്ഞു പിടിച്ചിട്ട് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ആ വേണ്ട എന്നുള്ള തോന്നൽ, ആ തീരുമാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് വരെ അത് തുടരും. മനസ്സിലുള്ള എന്ത് ദുർഗുണങ്ങളും നീക്കാനുള്ള വഴി അതിനെ ദുർഗുണമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ തന്നെ അതിനൊരു പ്രതിരോധം രചിക്കുകയാണ്. നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രതിപക്ഷ ഭാവന മാത്രമേ ദുശ്ശീലങ്ങൾ മാറ്റാൻ സഹായിക്കുള്ളൂ. എൻ്റെ ശീലം, എൻ്റെ അഭിരുചി, എൻ്റെ ആശ തെറ്റാണ്, അത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തു വേണം? അത് വേണ്ടാന്ന് വെച്ച് അതിന് വിപരീതമായിട്ടുള്ള മൂല്യം എന്തോ അത് അഭ്യസിക്കാൻ തുടങ്ങുക. പ്രതിപക്ഷ ഭാവന. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരാൾക്ക് ദേഷ്യം വരണമെന്ന് വിചാരിക്കുക. ദേഷ്യം തെറ്റാണ്. നേരെ മറിച്ച് ഞാൻ സൗമ്യശീലനാവണം, ദയാശീലനാകണം എന്ന് പറഞ്ഞ് സൗമ്യശീലത്വം, ദയാശീലത്വം എന്ന് പറയുന്ന രണ്ടിനെയും കുറിച്ച് ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു 50 മണിക്കൂർ മനസ്സിൽ ആ പ്രതിപക്ഷ ഭാവന നടന്നു എന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ നിന്ന് തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന ഇഷ്ടത്തിൻ്റെ സ്ഥാനത്ത് അനിഷ്ടം വന്ന് അതിന് പകരം വേറെ ഒന്നിലായിത്തീരും ഇഷ്ടം. പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ നിങ്ങൾക്ക്? ന ജാതു കാമഃ കാമാനാം ഉപഭോഗേന ശാമ്യതി. കാമഃ കാമാനാം ഉപഭോഗേന. നമുക്ക് ആശയുള്ള വസ്തുക്കളെ അനുഭവിച്ച് തൃപ്തിപ്പെടുത്താം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രശമിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. എന്താ കാരണം? ഹവിഷാ കൃഷ്ണവത്മേവ. അഗ്നി ഉണ്ടല്ലോ, ആ അഗ്നിയിൽ നെയ്യ് കോരി ഒഴിച്ചാൽ എന്തുണ്ടാവും? ആ അഗ്നി കൂടുതൽ ജ്വലിക്കും. കുറച്ചും കൂടി ഒഴിച്ചാലോ പിന്നെയും ജ്വലിക്കും. കുറച്ചും കൂടി ഒഴിച്ചാലോ പിന്നെയും ജ്വലിക്കും.
കടാറായ സമയത്ത് ഇത്തിരി ഒഴിച്ചാലോ ജ്വലിക്കും. അപ്പം എങ്ങനെയാണോ നെയ്യ് കൊണ്ട് അഗ്നി, അതുപോലെ ഭൂയയേവാഭിവർദ്ധതേ, അത് കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുക, ഉജ്ജ്വലമാകുകയാണ് ചെയ്യുക. അപ്പം മനസ്സിലുള്ള ആശകളെയൊക്കെ, ഭക്ഷണത്തിലുള്ള ആശ ക്രമീകരിക്കണമെങ്കിൽ അറിവ് മാത്രമേ അതിനുള്ള വഴിയുള്ളൂ. ഭക്ഷണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്, വ്യാഖ്യാനമെന്ത്, സ്ഥാനമെന്ത്, പ്രയോജനമെന്ത്, കഴിക്കാവുന്ന ഭക്ഷണം എത്രത്തോളമുണ്ട്, എത്രയാ കഴിക്കുക, എന്താ കഴിക്കുക? ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെന്ന് നോക്കൂ. അവർ നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്ന സാധനങ്ങളുടെ അളവുകളും തോതുകളും നിശ്ചയിച്ച് അവരങ്ങോട്ട് തരും. ഇത്രേ കഴിക്കാൻ പാടുള്ളൂ. ഇന്നത്തെ കാലത്ത് കപ്പുകൾ അവൈലബിളാണ്. അരക്കപ്പ്, ഒരു കപ്പ്. ആ അരക്കപ്പ് അരി കഴിക്കുക, ചോറ്, അല്ലെങ്കിൽ ഒരു കപ്പ് ആയിക്കോട്ടെ. അളന്ന് തരാനുള്ള പാത്രങ്ങളൊക്കെ ഇപ്പോൾ ആയി തുടങ്ങി. നമ്മുടെ ജീവിതം പല തുറയിലും പരിഷ്കരിച്ചിരിക്കുക. എത്ര ചോറ് നമുക്കാവാം, എത്ര പരിപ്പാവാം, എത്ര ഫലങ്ങളാവാം, ഫ്രൂട്ട്സ്, അത് വിട്ട് വേറെ എന്തൊക്കെ ആവാം, മെഴുക്ക് എത്രയാവാം, ഇതിനൊക്കെ അളവും തോതുമുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ആർക്കൊക്കെ വണ്ണം സൂക്കേടായിട്ടുണ്ടോ ഒക്കെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചെന്നോളൂ. അവിടെ പോയി ചോദിച്ചാൽ ഇത്രയേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. പിന്നെ പൊല്ലാപ്പ് നിങ്ങൾക്കാ. ആ പറഞ്ഞ പ്രകാരം നമ്മുടെ നാവിനെയും വയറിനെയും ഒതുക്കി കൊണ്ടുവരണം. അത് നിങ്ങളുടെ ചുമതലയാണ്. അവിടെ അറിയാം നിങ്ങളൊക്കെ ആത്മജയമുള്ളവരോ ആത്മബലമുള്ളവരോ അല്ലാത്തവരോ എന്ന് സ്വയം മാർക്കിട്ടോളൂ. അപ്പോൾ വളരെ പ്രധാനമാണ്. ഹവിഷാ കൃഷ്ണവത്മേവ ഭൂയയേവാഭിവർദ്ധതേ. ഈ ഭക്ഷണം ഊണ് കഴിക്കുക എന്നുണ്ടല്ലോ, ഈ ഊണ് കഴിക്കുക എന്നുള്ള പ്രക്രിയ, അതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ട് വിലയിരുത്തേണ്ടത്? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് രസവും സന്തോഷവും തോന്നുന്നുണ്ടോ? നോക്കൂ, ഓരോരോ കാര്യത്തെയും വിശകലനം ചെയ്ത് അതിൻ്റെ പ്രമാണങ്ങൾ എന്താ, അതിൻ്റെ അളവെന്താ, മാനദണ്ഡം എന്താ, അതിലത്തെ മൂല്യം എന്താ, എല്ലാറ്റിലും നമ്മുടെ വ്യക്തിത്വം ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇന്ദ്രിയങ്ങളാണെങ്കിലും ഇന്ദ്രിയങ്ങൾ സ്വയം പ്രവർത്തിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ്, നിലനിർത്തുന്നതും മനസ്സാണ്, അവസാനം പരിസമാപിക്കുന്നതും മനസ്സിൽ തന്നെയാണ്. അപ്പം മനസ്സിൽ വേണം ഈ പരിശോധന, ഈ പരിഷ്കാരം, ഈ ക്രമീകരണം ഒക്കെ കൊണ്ടുവരാൻ മനസ്സിലാണ്. മനസ്സിലെങ്ങനെയാണ് ക്രമീകരണം വരിക? അതിനാണ് ഈ സത്സംഗം എന്ന് പറയുന്ന എക്സ്പോഷർ. നിങ്ങളെ എല്ലാവരെയും ഈ വിഷയത്തിലേക്ക് ജ്ഞാനരൂപത്തിൽ അങ്ങോട്ട് തുറന്നു തരിക. ഇങ്ങനെയൊരു മേഖലയുണ്ടതാ, തുറപ്പുണ്ടാക്കി തരണു, എക്സ്പോഷർ. അത് പറയുമ്പോൾ അത് വേണ്ടതുപോലെ കേട്ട് ഗ്രഹിക്കണം. എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുറന്നു തരിക ഒരു ജ്ഞാനമണ്ഡലം. അത് തരുന്നത് എങ്ങനെയാ? മിക്കവാറും ശബ്ദത്തിലൂടെ, പ്രവക്താവിൻ്റെ പ്രവചനത്തിലൂടെയാണ് തരിക, തത്വപ്രവചനത്തിലൂടെ. അത് തരുന്ന സമയത്ത് കണ്ണും കാതുമായി അത് കേട്ട് ഉള്ളിൽ ഗ്രഹിക്കണം. അപ്പോൾ ഈ എക്സ്പോഷറും റിസപ്ഷനും ഒരുമിച്ച് നടക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകളെ സ്വീകർത്താക്കളായിരിക്കുന്ന നിങ്ങൾ, ശ്രോതാക്കളും പ്രേക്ഷകരുമായ നിങ്ങൾ, ആ പറയുന്നത് അതേപടിക്ക് സ്വീകരിക്കുമ്പോൾ ഈ പ്രവചനം ഭംഗിയായി. ഞാൻ നടത്തുന്നത് തത്വകഥനമാണ്, നിങ്ങൾ നടത്തുന്നത് ശ്രവണമാണ്. കഥനം ഞാൻ നടത്തുന്നു, ശ്രവണം നിങ്ങൾ നടത്തുന്നു. ശ്രവണമില്ലെങ്കിൽ പിന്നെ കഥനമില്ല. കഥനമുണ്ട്, ശ്രവണമില്ലെങ്കിലോ അപ്പോഴും പൊരുത്തക്കേടാണ്. ഇനി ശ്രവണമുണ്ട്, കഥനമില്ലെങ്കിലോ അപ്പം നിങ്ങൾക്ക് കിട്ടൂല. അപ്പം ഈ കഥനവും ശ്രവണവും ഒരുമിച്ച് പോകുന്നതാണ്. എനിക്ക് നല്ലപോലെ പറയാൻ പരിശ്രമിക്കാം, പറയുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ലപോലെ പറയാനാണ് ഞാൻ പരിശ്രമിക്കാറുള്ളത്. ആ പറയുമ്പോൾ നല്ലപോലെ നിങ്ങൾ കേൾക്കും വേണം. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രവക്താവിൻ്റെ ദൗത്യം അവിടെ നിന്നു. അത് കേട്ടവരെന്തു വേണം? കേട്ടതിലെ സാരാംശത്തെക്കുറിച്ച് മനനം ചെയ്ത് സ്വയം ചിന്തിച്ച് സ്വാമിജി എന്തു പറഞ്ഞു, ഞാൻ എന്ത് കേട്ടു, അതിൽ നിന്ന് എനിക്ക് അഭ്യസിക്കാനോ അനുധാവനം ചെയ്യാനോ പിന്തുടരാനോ ഉള്ളത് എന്താ എന്നിങ്ങനെ ചിന്തിച്ച് അതിനെ ഉൾക്കൊള്ളാൻ നോക്കണം. അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞ് അസിമിലേഷൻ, സ്വാംശീകരണം, അതിനെ നമ്മൾ ആത്മസാത്കരിച്ചു എന്നുണ്ടെങ്കിൽ എന്തുവരും? പിന്നെ നിങ്ങളുടെ ഗുണമായി, മൂല്യമായി. അവിടെ പ്രവചനമൊക്കെ മാറി നിന്നു. പിന്നെ എന്നാലും ആദ്യം വളരെ ശ്രദ്ധ വെച്ച് കേൾക്കണം. കേട്ടതിനെക്കുറിച്ച് മനനം ചെയ്യണം. മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ആ ഗുണവും മൂല്യവും ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അവിഭാജ്യം, അഭേദ്യമായിരിക്കുന്ന ഭാഗമായി അത് എല്ലാ സമയത്തും നിങ്ങളെ തുടർന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും, ഒരു ഭൂഷണമായി. ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കാര്യത്തിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ ശങ്കരാചാര്യർ അനവധി ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും എണ്ണി കണക്കാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ എണ്ണിയിട്ടില്ല. അപ്പോൾ എല്ലാം വായിച്ച് ഭഗവത്ഗീതയ്ക്കുള്ള ഭാഷ്യം, ഉപനിഷത്തുക്കൾക്കുള്ള ഭാഷ്യം,
വിഷ്ണു സഹസ്രനാമത്തിനുള്ള ഭാഷ്യം, ബ്രഹ്മസൂത്രത്തിനുള്ള ഭാഷ്യം, അവിടുന്ന് അങ്ങോട്ട് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്നുള്ള നിലയ്ക്ക് അപരോക്ഷാനുഭൂതി, ആത്മബോധം, ഉപദേശസാഹസ്രീ, പ്രൗഢാനുഭൂതി, വിവേകചൂടാമണി, ദൃഗ്ദൃശ്യ വിവേകം എന്നിങ്ങനെ പല ശാസ്ത്രങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ശിഷ്യന്മാർ ഒരു ദിവസം പറഞ്ഞു അത്രേ, ആചാര്യദേവ അങ്ങ് പലതും എഴുതിയിട്ടുണ്ട്, ചിലതൊക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുകയാണ് ഇത് അതിന് വിരോധമല്ലേ എന്നൊക്കെ. ഇത്ര വലിയ പവിത്രമായിരിക്കുന്ന വേദങ്ങൾ, ആ വേദങ്ങൾ മുഴുവൻ കാരകങ്ങളല്ല ജ്ഞാപകങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജ്ഞാപകം എന്ന് പറഞ്ഞാൽ വേദവാക്യങ്ങളിൽ എന്താണോ തത്വം ഉപദേശിച്ചിട്ടുള്ളത്, മൂല്യങ്ങൾ ഉപദേശിച്ചിട്ടുള്ളത്, അതനുസരിക്കുക ആണ് ആവശ്യം. അല്ലാണ്ട് വേദങ്ങൾ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയല്ല. അവിദ്യ കൊണ്ടുണ്ടാവുന്നതാണ് കാമം. ആ കാമമാണ് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ അവിദ്യയെയും കാമത്തെയും തള്ളിക്കളഞ്ഞ് വിദ്യാവാൻ ആയി തീരാൻ എന്തിനാണ് കർമ്മം എന്നാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു സംശയം, എന്താ വാസ്തവത്തിൽ ഞങ്ങൾ വേണ്ടത്? ഒന്ന് ചുരുക്കി പറഞ്ഞു തരാമോ എന്ന്. കേൾക്കുന്നുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞതാ, ഒരു കാവ്യം രചിച്ചു അത്രേ, ഉപദേശപഞ്ചകം. ആ ഉപദേശപഞ്ചകത്തിലുള്ള ഒരു ശ്ലോകം ഞാൻ പറയാം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം യുഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീപ്സ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീര്യമഭീപ്സ്യതാം ജനകൃപാനൈഷ്ഠുര്യം ഉത്സൃജ്യതാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം പറയുക. അതിൽ പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ഒരെണ്ണം ഇവിടെ പ്രസക്തമായത് ഞാൻ പറയുന്നു. ക്ഷുത് വ്യാധിശ്ച ചികിത്സ്യതാം. ക്ഷുത് എന്ന് പറഞ്ഞാൽ വിശപ്പ്. ആ വിശപ്പിനെ നിങ്ങൾ എങ്ങനെ സമീപിക്കണം, എങ്ങനെ നേരിടണം? വ്യാധിശ്ച ചികിത്സ്യതാം. കേൾക്കുന്നുണ്ടോ? ചെവി കടം മേടിച്ച് കൊണ്ടുവന്നുവോ? ക്ഷുത് വിശപ്പ്, വ്യാധിഹീച്ച ചികിത്സ്യതാം. അതിനെ ഒരു രോഗമായി കണ്ട്, ഒരു രോഗത്തിന് എങ്ങനെയാണോ മരുന്നുപയോഗിക്കുക ചികിത്സിക്കാൻ, മരുന്ന് എപ്പോഴും നിങ്ങൾ കഴിക്കുമോ? രോഗം വന്നാലല്ലേ കഴിക്കുള്ളൂ. ഒരു മരുന്ന് ഷാപ്പിൽ ചെന്നാൽ അനവധി മരുന്നുകളുണ്ട് അവിടെ. ആ അനവധി മരുന്നുകളിൽ നമുക്ക് ആവശ്യമുള്ള കാമ്പോസോ അല്ലെങ്കിൽ പാരാസിറ്റാമോളോ എന്താണെന്ന് വെച്ചാൽ അത് മാത്രമല്ലേ നമ്മൾ മേടിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങാടിയിൽ കണ്ട വെജിറ്റബിളൊക്കെ നിങ്ങൾ മേടിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ചാൽ മതി. രോഗമാണ് വിശപ്പ്, അത് മാറാൻ മരുന്ന് പോലെ ഭക്ഷണം കഴിക്കുക. എന്ത് സ്വാമിജി ഇത് പറയും, നിങ്ങളിത് കേൾക്കും ചെയ്യും, വേണമെങ്കിൽ ഒന്ന് ചിരിക്കും. എനിക്ക് തോന്നുന്നില്ല നിങ്ങളിത് കൊണ്ടു നടക്കുന്നു. അത് ഓർമ്മയെങ്കിലും വരട്ടെ. പിശാചിനെ പോലെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം. വിശപ്പ് പോലെ, വിശപ്പിന് രോഗം പോലെ കണക്കാക്കി മരുന്ന് കഴിക്കുന്നത് പോലെ ചികിത്സ്യതാം. അപ്പം വിശപ്പിനെ നമ്മൾ ചികിത്സിക്കുക വേണ്ടത്. എന്താ? ആർത്തിയോടുകൂടി ഊണ് കഴിക്കുകയല്ല, അതല്ല. ഈ മുതിർന്നവർക്ക് പോലും സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വിളമ്പിയാലുണ്ടല്ലോ, വിളമ്പിളിക്കും എടുത്ത് എന്തു നമ്മൾ നായ്ക്കള. അവർക്ക് വിളമ്പാനുള്ളതൊക്കെ ഒന്ന് വിളമ്പട്ടെ, എന്നിട്ട് എല്ലാവർക്കും വിളമ്പി എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല മന്ത്രങ്ങൾ, ബ്രഹ്മാർപ്പണം എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ പറഞ്ഞ് റൈറ്റ് എന്ന് പറയുമ്പോഴാണ് എല്ലാവരും ഓടുക. അല്ലാണ്ട് ഒരാൾ വന്നാൽ അങ്ങോട്ട് ഓടാൻ തുടങ്ങുന്നുമില്ല. വന്ന ആളെയൊക്കെ നിർത്തി എല്ലാം കഴിഞ്ഞ് റെഡിയായി എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കുകയായി, അല്ലെങ്കിൽ വിസിൽ വിളിക്കുകയായി, ഓടുകയായി. അതുമാതിരി സാധനങ്ങളൊക്കെ അവിടെ വിളമ്പി അത് കണ്ട് എല്ലാം കഴിഞ്ഞ് ഇത്തിരി തീർത്ഥമൊക്കെ ആക്കി അതിനെ പവിത്രമാക്കി അങ്ങോട്ട് കഴിച്ച് ഊണ് കഴിക്കുക. അത് ഊണ് കഴിക്കുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് പഞ്ചപ്രാണനാണ് കൊടുക്കുന്നത്. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, അവസാനം ബ്രഹ്മണേ സ്വാഹ. നോക്കൂ, ഈ ഇവിടെ പൂജ ചെയ്യുന്നുണ്ടല്ലോ, ആ പൂജ ചെയ്യുന്ന സമയത്ത് ഇതേ മന്ത്രങ്ങൾ പറഞ്ഞാണ് ഭഗവാനെ ഭുജിപ്പിക്കുന്നത്. ഏത് മന്ത്രങ്ങൾ? ഏത് മന്ത്രങ്ങൾ? അവനവൻ നിത്യം ഊണ് കഴിക്കുന്ന സമയത്ത് ഏത് മന്ത്രങ്ങൾ പറഞ്ഞ് നാം ഭക്ഷണം കഴിക്കുന്നുവോ സ്വയം, അതേമാതിരിയുള്ള ഭക്ഷണം പറഞ്ഞാണ് ഈശ്വരനെയും നാം ഊട്ടുന്നത്. ഈശ്വര, അങ്ങയിൽ പ്രവർത്തിക്കുന്ന പ്രാണനായിട്ടുള്ള ഇതാ ഈ സമർപ്പണം,
വ്യാനനും ഉദാനനും സമാനും എല്ലാവർക്കുമായിട്ടുള്ള സമർപ്പണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. നിങ്ങളിത് കേട്ടുവോ? ഇതിൻ്റെ ബന്ധം മനസ്സിലായോ? അപ്പം നമ്മുടെ ശരീരത്തെ നാം എങ്ങനെ നോക്കിക്കാണണം? ആ ശരീരത്തിന് കഴിക്കുന്ന ഭക്ഷണം ഒരു ലൗകിക പ്രവൃത്തിയല്ല, ഭൗതിക പ്രവൃത്തിയല്ല, അത് വെറും ബാഹ്യപ്രവൃത്തിയല്ല, അത് ക്ഷണികമോ അല്പസമയം നിലനിൽക്കുന്നതോ അല്ല. അതിൽ വലിയ ഒരു ഭവ്യത, ഒരു ദിവ്യത, വലിയ ഒരു മാനദണ്ഡമുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി ക്ഷമയോടുകൂടിയിരുന്ന് അതിനെ ഒന്ന് പരിശേചനം ചെയ്യാൻ സാധിച്ച സമയത്ത് മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി വെള്ളം കഴിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിക്കുക. അല്ലാണ്ട് തിരക്ക് പിടിക്കരുത്. ഇതൊക്കെ കുട്ടികളെ നിങ്ങൾ നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കണം. വീട്ടിലെ അമ്മമാർ ഭക്ഷണം വയ്ക്കുന്ന സമയത്തോ ഭക്ഷണത്തിന് 2-3 തരത്തിലുള്ള അശുദ്ധിയുണ്ട്. എന്താണ് അശുദ്ധി? ഒന്ന് ആ ദ്രവ്യങ്ങളിലുള്ള അശുദ്ധി, പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തിലുള്ള അശുദ്ധി, പിന്നെ മൂന്നാമതോ ഭക്ഷണം പാകം ചെയ്യുന്നവനിൽ ഉള്ള അശുദ്ധി. നിങ്ങൾ അമ്മയാണ്, എല്ലാ സമയത്തും നിങ്ങൾ പാകം ചെയ്യണത് ശുദ്ധമാണെന്ന് വിചാരിക്കരുത്. അമ്മയും അച്ഛനായിട്ട് ഒരു വഴക്ക് കൂടി ഉണ്ടാവും. ആ വഴക്കിൻ്റെ ബാക്കിയും കൊണ്ടാണ് അടുക്കളയ്ക്ക് വരണത്. എന്നിട്ട് അവിടെ പാകം ചെയ്യുമ്പോൾ ആ ഭർത്താവിനോടുള്ള മുറുമുറുപ്പ് അകത്തുണ്ടാവും. ചിലപ്പോൾ ആ മുറുമുറുപ്പോട് കൂടി ഭക്ഷണം പാകം ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക? ശരിയാവില്ല, ആവില്ല. നാം പാകം ചെയ്യുന്ന ഭക്ഷണം അത് ഭുജിക്കുന്നവർക്കെല്ലാം വളരെ നന്നാവണം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഊട്ടുന്നത് പോലെയാണ് പ്രാണികളെ ഊട്ടുന്നത്. നല്ലപോലെ ഊട്ടണം. ഞങ്ങളുടെ ആശ്രമത്തിൽ മാജി ഒരു സംഭവം പറയുണ്ടായി, എന്നെ വളരെയധികം സ്പർശിച്ചു. അത് അവർ ആശ്രമത്തിൽ വന്ന് അതിനു മുമ്പേ അവർ വിവാഹിതരായിരുന്നെങ്കിലും ബ്രഹ്മചര്യം സ്വീകരിച്ച് ഗുരുവിൻ്റെ അടുത്ത് ദീക്ഷയൊക്കെ മേടിച്ച് തപസ് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ആശ്രമത്തിലേക്ക് പോവും എന്നൊക്കെ അവർ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ സാധാരണ സാമൂഹ്യമായിരിക്കുന്ന കോണ്ടാക്റ്റും സമ്പർക്കവും ഒക്കെ നിർത്തി. എന്നാലും ഉറ്റ ബന്ധു ഒരാൾ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അതെ ഞങ്ങളുടെ കൂടെ ഒരു അതിഥിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ആ അതിഥിക്കും കൂടി സ്വാഗതം ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന്. ഏത് അതിഥിയാണെങ്കിലും വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാരും ഈ വളർത്തുമൃഗങ്ങളെ വെച്ചുകൊണ്ടിരുന്നവരല്ല. പക്ഷേ എതിർച്ചയാ ഒരു നായയോ ഒരു പട്ടിയോ വന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അതിന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ വന്നുകൂടി ഒരു പട്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പം കല്യാണത്തിന് പോയപ്പോൾ പട്ടിയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ആരാ നിങ്ങളുടെ കൂടെ വന്നിരിക്കണേ ചോദിച്ചപ്പോൾ ഇതാ ഈ ആളാ. ആ വീട്ടു സ്ത്രീ ഒരക്ഷരം പറയാതെ അകത്തേക്ക് പോയി എല്ലാവർക്കും കൊടുക്കാനായി വെച്ചിട്ടുള്ള ഒരു നല്ല സമ്പന്ന ഗൃഹമാണെന്ന് വെച്ചോളൂ. അതിലൊരു പ്ലേറ്റിൽ സർവ്വ സാധനങ്ങളും കൂടി വിളമ്പി കൊണ്ടുവന്ന് ആ പട്ടിക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്തു പറയണു നിങ്ങൾ? ഈ ലോകത്തിൽ നല്ല മനുഷ്യരില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ഭാരതാംബ ധർമ്മപ്രസുവാണ്. ഒരു കാലത്തും ഇവിടെ ധർമ്മം ഇല്ലാതെ ആയിട്ടില്ല. എല്ലാ കാലത്തും ഇവിടെ പുഷ്കലമായി ധർമ്മമുണ്ട്. ഒരു പക്ഷേ 1000 ആളിൽ 10 ആളായിരിക്കാം. മനുഷ്യ ഹൃദയത്തെയും മനസ്സിനെയും തൂക്കാൻ നിങ്ങൾ ഒരൊറ്റ ആൾ പുറപ്പെടണ്ട. കഠിന ഹൃദയന്മാരായിരിക്കാം പലരും. വെറുപ്പും വിദ്വേഷവുമായി മലീമസമാകാം പലരുടെയും മനസ്സ്. അതിൻ്റെ ഇടയിൽ പത്തരമാറ്റ് തങ്ക മനസ്സുള്ളവരും ചിലരുണ്ടാവും. എന്നോ നടന്ന ഒരു സംഭവമാണ്. എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എന്തുമാത്രം അത് ഇന്നും പതിഞ്ഞു കിടക്കണമെന്നറിയാമോ? ഒരു വസ്തു അറിയാതെ നല്ല ഒരു പ്ലേറ്റിൽ ഭംഗിയായി ആ വിഭവങ്ങളെല്ലാം വിളമ്പി കൊണ്ടുവന്ന് ആ പട്ടി അകത്ത് വന്ന് കഴിക്കില്ല. ഇവർ പതുക്കെ അതെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. പട്ടിക്ക് അതിശയായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വിഭവം അത് കണ്ടിട്ടുണ്ടാവുമോ പാവം? എന്നിട്ട് ഇവരെല്ലാവരും പോയി കുറേ കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം, ഇതിലൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് കേട്ടോ. വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ എന്ത് ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിലും ആ പാകം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, മക്കളാകട്ടെ, ഈ ഭക്ഷണം കൊണ്ട് വേണം അവരുടെ ശരീരം നിലനിൽക്കാൻ. ആ ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മാംശം കൊണ്ടാണ് മനസ്സും ബുദ്ധിയും കൂടി ഉണ്ടാകുന്നത്. അങ്ങനെ വിശേഷപ്പെട്ട ഈ ഭക്ഷണം വെളുത്ത ചോറ് കറുത്ത മുഖത്തോടു കൂടി ആരും വിളമ്പി പോകരുത്. എന്ത്? വെളുത്ത ചോറ് കറുത്ത മുഖം. ഇതൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള വാക്കാണ്. ഞാനിങ്ങനെ ഓരോരോ വാക്കുകൾ പറയുമ്പോൾ പറയും, സ്വാമിജി എവിടുന്നാണ് ഇതൊക്കെ പറയണത്? ഞാനൊരു നാടോടിക്കാരനാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ പരിഷ്കാരത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ ചെന്ന് പെട്ടിട്ടുമുണ്ട്. ആദ്യമായിട്ട് കൽക്കത്തയ്ക്ക് പോയപ്പോൾ ഫസ്റ്റ് പരിഷ്കാരം എക്സ്പോഷറായിരുന്നു, ഒരു സ്റ്റണ്ണിങ് എക്സ്പോഷർ. ആ നഗരത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ
വളരെ വിചിത്രമായിരുന്നു. ഇടിവെട്ട് പോലെ എനിക്ക് തോന്നിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും എതിർപ്പില്ലാതെ അതിനെ സ്വാംശീകരിച്ചെടുത്തുകൊണ്ടായിരുന്നു എൻ്റെ വളർച്ച. അപ്പോൾ ആ കൽക്കത്തയിലുള്ള ജീവിതം എനിക്ക് ഭൂലോകത്തെ എവിടെയും ഇനി ചന്ദ്രനോ ശനിയോ അവിടെ പോയാൽ അവിടെ ജീവിക്കാനും എന്നെ സമർത്ഥനാക്കി തീർത്തു. ഒരു കുഴപ്പവും വന്നില്ല. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം ഇത് മുഴുവനും. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുക. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ എങ്ങനെയാ, 2 അടുപ്പുണ്ടാവും. ഒരടുപ്പ് ഇന്ന് പൂട്ടും. അത് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ തീയൊക്കെ പിരിച്ചതിന് ശേഷം അമ്മ തൊഴുത്തുനിന്ന് ഒരു ഉരുള ചാണം കൊണ്ടുവരും. എന്നാൽ അതൊന്നും മാന്തി അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിട്ട് മൂടും. പിറ്റേ ദിവസം വന്ന് അത് തുരന്നെടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീ ഉണ്ടാവും. അത് മറ്റേ അടുപ്പിലിട്ടിട്ട് തീ പൂട്ടുക. ഇങ്ങനെ ദശാബ്ദങ്ങളോളം കെടാത്ത തീയെ ഉപയോഗിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗൃഹത്തിലായിരുന്നു നമ്മുടെ ജന്മം. എന്നെ ഒടുക്കാൻ പറ്റത്. പുരോഹിതൻ വന്ന് പല കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് ആ ഗൃഹിണിയുടെ അവകാശമാണ് ഒരു ചട്ടുകത്തിൽ തീക്കനൽ കൊണ്ടു കൊടുക്കുന്നത്. എവിടുന്നാ കൊടുക്കുക? എന്താ നിങ്ങൾ മിണ്ടാത്തെ? ആ അടുപ്പിൽ നിന്നാണ് കൊടുക്കുക. എവിടെ? ദേവന് കത്തിക്കാനുള്ള തീ ആ അടുപ്പിൽ നിന്ന് കൊണ്ടുവരികയാണ്. ആ അടുപ്പിൻ്റെ ഉടമസ്ഥ ആരാ? അവിടുത്തെ ഗൃഹനായിക. അപ്പം ആ ഗൃഹനായികയുടെ തീ ഇതിനേക്കാളും മേലെയാണെന്നല്ലേ അർത്ഥം. മുകളിലൊന്നുമില്ല. ആ തീയിൽ നിന്നാണ് അവിടെ ആദ്യമായിട്ടുള്ള വിശേഷപ്പെട്ട അഗ്നി. ആ അഗ്നിയിലാണ് ഹോമങ്ങളൊക്കെ പിന്നെ നടത്തുക. അപ്പം നമ്മൾക്കൊക്കെ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടാണെന്ന് വിചാരിക്കരുത്. അത് മേസൻ പണിതുണ്ടാക്കിയതാണ്, ആശാരി പണിതുണ്ടാക്കിയതാണ്. നമ്മുടെ ആശാരിമാരും കൂടി ശാസ്ത്രോചിതമായിട്ടാണ് പണിയുക. അവർക്ക് വലിയതാ. ഒരു നല്ല തൊഴിൽക്കാരൻ വെളുപ്പാവുമ്പോൾ എണീറ്റ് ആ തൊഴിൽ ആയുധങ്ങളെ എന്താ കച്ചോട്ടൊക്കെ ഇങ്ങനെ തൊട്ട് നെറിയയിൽ വെച്ച് തൊഴുതതിന് ശേഷമാണ്. പാറലിക്കാട്ടിൽ നിന്ന് രാമകൃഷ്ണൻ നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടുന്ന് ഒരു തേര് വളരെ കൊല്ലങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് മച്ചാട്ടിലേക്ക് എഴുന്നള്ളിക്കാൻ പോവാണ്. അപ്പോൾ ഒരു തേര് പുതിയതായിട്ട് ഉണ്ടാക്കണം. എൻ്റെ ചെറുപ്പകാലത്ത് മച്ചാട്ട് മാമാങ്കത്തിന് പാറലിക്കാട്ടിൽ നിന്ന് തേര് പോയിക്കൊണ്ടിരുന്നു. അത് നിർത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ 2ാമത് അവർ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അതിന് തേക്ക് മുറിക്കാൻ പോവുക. തേക്ക് മുറിക്കണത് എങ്ങനെയാണ്? അതിനാദ്യമായി ഒരു പൂജ ചെയ്ത് ആ തേക്കിനെ നല്ല പോലെ ആരാധിച്ചതിന് ശേഷം ഞങ്ങളിതാ മുറിക്കാൻ പോണു. ഇതിൻ്റെ മുകളിൽ ഉറുമ്പുകളുണ്ടാവാം, പക്ഷികളുണ്ടാവാം, വേറെ ഏതെങ്കിലും ജന്തുക്കളുണ്ടാകാം. ആ ജന്തുക്കളൊക്കെ നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടണേ. ഞങ്ങൾ തകരാറാക്കി പെട്ടെന്ന് ഓടിച്ചാറി ടപ്പ് ടപ്പ് അങ്ങനെ മറിക്കുകയല്ല. അവർക്കൊക്കെ അപകടം പറ്റിയെന്ന് വരും. അപ്പം നാം അതിനൊരു അവധി കൊടുക്കുകയാണ് അവരോട് പ്രാർത്ഥിച്ച്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് ഭാരതീയരുടെ മനസ്സിനെ നിങ്ങളാരും മതിൽ കെട്ടി നിർത്തണ്ട കൂട്ടരെ. നമുക്ക് പ്രകൃതിയോട് വലിയ കടപ്പാടാ. അമ്മയോടും അച്ഛനോടും ഇല്ല നമുക്ക് ഇത്ര കൂറും കടപ്പാടും. പ്രകൃതിയോട് വലിയ കടപ്പാടാ. അതാണ് ഇവിടെ അവധൂതൻ രാജാവിനോട് പറയുന്നത്. ഞാൻ കണ്ട് പഠിച്ചിട്ടുള്ളത് മുഴുവനും ഭൗമമായിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതിലുള്ള വർത്തമാനമാണ് പറയുന്നത്. അപ്പം അതിന് സമയം കൊടുത്ത് അവിടെയുള്ള ജന്തുക്കളോടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് സ്ഥലം വിടൂ. ഞങ്ങൾ ഈ മരം മുറിക്കാൻ പോവുകയാണ്. ആ മുറിക്കുന്നതിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാര്യം മരത്തിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് മഴുവാണ്. ആ മഴുവിൻ്റെ പിടി മരമാണ്. അതിൽ ഇരുമ്പ് മാത്രമേ ഉള്ളൂ. അപ്പം മരം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മരം മുറിക്കുന്നത്. നിങ്ങൾ അതിനെ ക്ഷമിക്കണം, സ്ഥലം വിട്ടു പോകൂ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ജോലിയും നമ്മൾ എടുക്കുക, കുടിക്കുക, മരിക്കുക അങ്ങനെയുള്ള സമ്പ്രദായം നമുക്കില്ല. എല്ലാറ്റിലും നല്ല ക്ഷമയുണ്ട്, ആഴമുണ്ട്, ഉത്തുംഗതയുണ്ട്, ഔത്കൃഷ്ട്യമുണ്ട്, മേന്മയുണ്ട്, സാമ്യതയുണ്ട്, സമത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ആര്യത്വമുണ്ട്. ഒന്നിനെയും നിസ്സാരമായി തള്ളിക്കളയരുത്. ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് വൃത്തിയാക്കി വയ്ക്കുക. ഞാൻ ചില സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾ ശിഷ്യന്മാരെ അടുപ്പുള്ളവരോ ഞാൻ ഒന്ന് അടുക്കള നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയാൽ അവർക്ക് പേടിയാണ്. ഇടയ്ക്കൊന്ന് അടുക്കളയൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് പോകും. പക്ഷേ സ്വാമിജി വരുന്നതിന് മുമ്പ് ഒക്കെ റെഡിയാക്കി വയ്ക്കാമെന്ന് പറയും. അങ്ങനെ കാണണ്ട എനിക്ക്. നിങ്ങൾ എങ്ങനെ വെച്ചുകൊണ്ടിരിക്കണോ അങ്ങനെ കാണണം. ആ അടുക്കള എന്തെങ്കിലും തിളച്ച് പോയാൽ നമ്മുടെ സ്ത്രീകളൊക്കെ ആ വകുപ്പിൽപ്പെട്ടവരാ. ഉടനെ അത് തുടയ്ക്കുന്നവരല്ല. മിക്കവാറും 90% സ്ത്രീകളും എന്തെങ്കിലും അങ്ങനെ തീ കത്തിച്ച് അങ്ങനെ വഴിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ. അതുമാതിരി അവരുടെ സിങ്കിൽ 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ പാത്രം അവിടെ തന്നെ കിടക്കും. മടിയന്മാരെ. ഊണ് കഴിച്ചാൽ അതൊക്കെ കഴിഞ്ഞാൽ ആ അടുപ്പൊക്കെ ഒന്ന് വെടുപ്പാക്കി ശുദ്ധമാക്കി ഉപയോഗിച്ചു എന്ന് പോലും തോന്നരുത്. വൃത്തിയാക്കണം, വെടുപ്പാക്കണം.
അപ്പം തന്നെ ആണെങ്കിൽ അത് വേഗം തുറച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞാലോ തണുത്തിട്ട് അവിടെ ഉറച്ചാൽ പിന്നെ ചീ എന്ന് പറഞ്ഞ് ഉരയ്ക്കണം. അപ്പം തന്നെ ആണെങ്കിൽ വേഗം വെടുപ്പാവും. അപ്പം ഈ മടിയൊക്കെ കളഞ്ഞ് കൂട്ടരെ ഒന്ന് ശുഷ്കാന്തിയോടുകൂടി, സംവേദനശീലത്തോടുകൂടി, സെൻസിബിലിറ്റിയോടുകൂടി നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം. ഇതൊക്കെ നമുക്ക് ഭാഷയാണ്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വളരെ നല്ല ഒരു മനോഭാവത്തോടു കൂടി വേണം പാകം ചെയ്യാൻ. നിങ്ങളുടെ ഭക്ഷണത്തിലാണ് കുടുംബാംഗങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നത്. അതിലെന്തെങ്കിലും പിഴവ് വന്നാൽ അത് ശരിയല്ല. അതുകൊണ്ടൊക്കെ ഒന്ന് വെടുപ്പാക്കി നല്ല പോലെ കഴുകി അവിടെ ഇട്ട്, അത് തിളയ്ക്കുമ്പോൾ കൂടുതൽ തിളയ്ക്കാതെ കുറവ് തിളയ്ക്കാതെ പാകം പോലെ സാധനങ്ങൾ ചെയ്ത് നള പാകത്തോടുകൂടി അത് ഇറക്കി വേണ്ടതുപോലെ സൂക്ഷിച്ച് ഒക്കെ അങ്ങോട്ട് കൊടുക്കുക. അതെടുക്കുന്ന കയ്യിൽ അത് ഇവിടെ മുതൽക്ക് അവിടെ വരെ വൃത്തികേടാ. ഒരു ബക്കറ്റ് ഇങ്ങനെയുണ്ട്, അതിൻ്റെ പിടിയുണ്ടല്ലോ, 2 ഭാഗത്തേക്ക് ഇടാൻ ഞാൻ പറയില്ല, പറഞ്ഞാൽ കേൾക്കേണ്ടവർക്ക് മനസ്സിലാവണ്ടേ. ഒരു ബക്കറ്റ് എടുത്തു, അതിൻ്റെ ഇപ്പുറത്ത് കൂടി കൊണ്ട് വിളമ്പി, പിന്നെ ഇടുന്നതോ ഇവിടെ ഇടുക അതിൻ്റെ പിടി. അപ്പോൾ ആ പിടിയിലും ആവുമല്ലോ. അപ്പോൾ ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ബക്കറ്റ് കൊണ്ടുപോയിക്കുമ്പോൾ ആ പിടി ഇവിടെ ഇടണം, എന്നിട്ട് ഇവിടുന്ന് എടുക്കണം. അത് അവിടെ ഇട്ടു, ഇത് ഇവിടെ ഇട്ടു, സർവ്വത് കയ്യിൻ്റെ ഇവിടം വരെ വൃത്തികേടായി. എല്ലാറ്റിനും വലിയ ഒരു ശാസ്ത്രം, എല്ലാറ്റിനും വലിയ ഒരു പരിഷ്കാരം, എല്ലാറ്റിനും വലിയ ഒരു റിഫൈൻമെൻറ്റ്. സ്പിരിച്വാലിറ്റി മീൻസ് റിഫൈൻമെൻറ്റ് ആൻഡ് റിഫൈൻമെൻറ്റ് എലോൺ. സ്പിരിച്വാലിറ്റി മീൻസ് ഇന്നർ എൻറിച്ച്മെൻറ്റ്, inner elevation, inner expansion, inner enlightenment, inner abundance, inner fullness. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അധ്യാത്മം പരാജയപ്പെട്ടവർക്കാണെന്ന്. ജീവിതത്തിനെ കസവാക്കി തീർക്കുന്നതാണ് അധ്യാത്മം. സർവ്വ വിഷയത്തെയും വേണ്ടതുപോലെ ഗാഠമായി കൂലങ്കഷമായി പരിശോധിച്ച് അതിലുള്ള മൂല്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് എനിക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, പ്രാണവൃത്യൈവ സന്തുഷ്യേത്. പ്രാണൻ സഞ്ചരിക്കാനും പ്രവർത്തിക്കാനും എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളമേ നാം ഭക്ഷണം ശരീരത്തിന് നൽകാവൂ എന്ന്. ഇതിലേറെ ഒരു നിയന്ത്രണം ലോകത്തിലുള്ള സ്ക്രിപ്റ്റേഴ്സ് മുഴുവൻ നിങ്ങൾ തപ്പി നോക്കൂ. ഇങ്ങനെയുള്ള ഒരു ലോജിക്കൽ, റാഷണൽ, ഹൈലി സയൻറ്റിഫിക് ഡിസ്കഷൻ, ഇവാലുവേഷൻ, I am afraid that you will never be able to find anywhere in the world. അത്ര വിശേഷപ്പെട്ടതാണ്. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം. ശങ്കരാചാര്യർ സന്യാസിയായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ 3 സ്വാധീനമുണ്ടായിരുന്നു എന്ന്. രാമൻ, കൃഷ്ണൻ, ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ അടുത്തു നിന്നാണ് ആ സന്യാസം. ഓഹോ, അങ്ങനെയൊന്നുണ്ടോ? വിധവയായി വേറെ ഒരു സന്താനമില്ലാത്ത അമ്മയെപ്പോലും ഉപേക്ഷിച്ച് ആന്തരമായിരിക്കുന്ന ഒരു ധനത്തിന് വേണ്ടി പ്രയാണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടോ? ഇതാണോ ഭക്തി? ഇതാണോ ഈശ്വരീയത? ഇതാണോ അധ്യാത്മം? ഇതിനാണോ നാം ജനിച്ചിരിക്കുന്നത് എന്നുള്ള ആലോചന അന്നേ കടന്നുകൂടിയതാ മനസ്സിൽ. അപ്പം സന്യാസി അദ്ദേഹത്തിൻ്റെ സന്യാസ ശിഷ്യന്മാരോട് പറയുന്നതാണ്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം. വ്യാധിയാണെന്ന് കണക്കാക്കി നിങ്ങൾ വിശപ്പിനെ ചികിത്സിച്ചോളൂ. പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം. ഓരേ ദിവസവും അന്നന്ന് ഭിക്ഷയെടുത്ത് വേണം കഴിക്കാൻ. ഇന്ന് ഭിക്ഷയെടുത്ത് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം. നിങ്ങൾക്കിത് കേൾക്കണോ? സ്വാദ്വന്നം നതു യാച്യതാം. ഒരു സ്ഥലത്തും ചെന്ന് അവർ പറയണത് ഓം നമോ നാരായണായ, നാരായണനായിട്ട് നമസ്കാരം എന്നാണ് പറയുക. അതങ്ങോട്ട് പറഞ്ഞാൽ വീട്ടിലുള്ളവർ സന്യാസിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് സ്വാദ്വന്നം നതു യാച്യതാം. ഒരു സ്ഥലത്തും പോയിട്ട് സ്വാദുള്ള ഭക്ഷണം ചോദിക്കരുത് കേട്ടോ. അവരെന്ത് തന്നാലും അത് കഴിക്കുക. നിങ്ങളുടെ രുചി അവിടെ പറയരുത്. ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. ഈ ഭൂമി തിരിയുന്നതടക്കം ഈ ലോകത്തിൽ എന്തെല്ലാം ഗോളങ്ങളുടെ ചലനങ്ങളുണ്ടോ, ഗതികളുണ്ടോ, വിഗതികളുണ്ടോ, സ്ഥൂലമോ സൂക്ഷ്മമോ ആകട്ടെ, എല്ലാം ഒരു വലിയ പരമശക്തിക്ക് വിധേയമായിട്ടാണ്, ആ ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി, ദിഷ്ടത്തിന് വിധേയമായി നടക്കുന്നുണ്ടല്ലോ. ആ നടക്കുന്നതിനനുസരിച്ച് വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം. ആ വിധിക്ക് വിധേയമായി എന്തെല്ലാം വരുന്നുണ്ടോ അത് നിങ്ങൾ അനുഭവിച്ചോളൂ. ഒരാളൊന്ന് തന്നാൽ ആ ആൾ തന്നു എന്ന് വിചാരിക്കേണ്ട.
വിധിയാണതിൻ്റെ പിന്നിൽ, ദിഷ്ടമാണതിൻ്റെ പിന്നിൽ, യാദൃച്ഛികതയാണ് അതിൻ്റെ പിന്നിൽ. അതിന് വിധേയമായി കിട്ടിയതുകൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു പഠിപ്പാകണം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്നത്. ശീതോഷ്ണാദിവിഷഹ്യതാം, ശീതം ഉഷ്ണം. സന്യാസി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭാരതത്തിൽ പല വിധത്തിലുള്ള കാലാവസ്ഥയാണ്. ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഡൽഹിയിൽ വലിയ തണുപ്പാണ്. പലരും ഡൽഹി വിട്ടു പോകാൻ ഇഷ്ടപ്പെടുന്നു. കേരളത്തിൽ ബഹുസുഖം അവർക്ക് ആ സമയത്ത്. അപ്പം ചൂടും തണുപ്പൊക്കെ ഉണ്ടാവും ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്. അതിനെ സഹിക്കാനായി സ്വയം പഠിക്കുക, മനസ്സിൽ ശരീരത്തിനെ അതിന് പരിചയപ്പെടുത്തുക. നതുവൃഥാവാക്യം സമുച്ചാര്യതാം, വെറുതെ പാഴായി സംസാരിക്കരുത്. ഒരാളെ കണ്ടു, കുറേ നേരം സംസാരിച്ചു, ചിരിച്ചു, എന്താ സംസാരിച്ചോ? ഒന്നുമില്ല. അതെന്തത്? ഒന്നുമില്ലാൻ്റെ ഒരു സംസാരം ഉണ്ടോ? അപ്പം ആവശ്യത്തിന് സംസാരിക്കാന്ന്. വൃഥാവാക്യം സമുച്ചാര്യതാം നതു ഔദാസീന്യമഭീപ്സ്യതാം. ഈ ലോകത്തിൽ എല്ലാറ്റിനോടും കൂടി ബന്ധപ്പെട്ട സംഖ്യകളായി കഴിയുന്നതൊന്ന്. ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒന്നും വേണ്ട എന്ന് പറയുന്ന വെറുപ്പ്. ഒന്നിലോ ക്രമത്തിലധികം ചക്കമുളഞ്ഞു മാതിരി ഒട്ടി, അതല്ലെങ്കിലോ അകന്നിരുന്നു. ഇത് രണ്ടും വേണ്ട. ഔദാസീന്യം, ഉദാസീനനായിരിക്കുക. എന്താ ഈ ഉദാസീനൻ എന്ന് പറഞ്ഞാൽ? ഒന്നിനെയും അധികം സ്തുതിക്കണ്ട, നിന്ദിക്കും വേണ്ട, പുകഴ്ത്തണ്ട, കൂടുതൽ വില കയറ്റി പറയണ്ട, വില കുറച്ചും പറയണ്ട, അമിതമായിട്ടൊന്നും വേണ്ട. ആയാതമായാതം അപേക്ഷണീയം, ഗതം ഗതം സർവമുപേക്ഷണീയം. വരുന്നത് സ്വീകരിക്കുക, പോകുന്നത് വിട്ടുകളയുക. എന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ? വരുന്നത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞില്ലേ, ഇനി പിന്നെ സ്വീകരിക്കാൻ്റെ എന്താ ചെയ്യുക? ഇവിടെ പറയണത് എന്താ? വരുന്നത് സ്വീകരിച്ചോളൂ. അപ്പോൾ വന്നു കഴിഞ്ഞുവല്ലോ, ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോകുന്നത് വിടാനാ പറയണത്. പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിടലുണ്ടോ? പോയില്ലേ? അപ്പോൾ പോയത് പോട്ടെ, വന്നത് വരട്ടെ. ഞാനോ വരൂല, പോവില്ല. എൻ്റെ അടുത്ത് വരേണ്ടത് വരട്ടെ, എന്നെ വിട്ടു പോകേണ്ടത് പോട്ടെ. ഞാനോ കേമനായിട്ട് അങ്ങനെ ഇരിക്കും. നമ്മൾ വന്നവരാണോ? നിങ്ങൾ ആരെങ്കിലും ജനിച്ചവരാണോ? നിങ്ങളിവിടെ ഒറ്റ ആൾ ജനിച്ചവരല്ല. ആണെന്ന് പറയാൻ ഒരാൾ എണ്ണീറ്റ് നിൽക്കാൻ ഇവിടെ പറ്റുമോ? ഞാൻ ജനിച്ചു എന്ന് ഒരൊറ്റ ആൾക്ക് ജനിച്ച അനുഭവം ഉണ്ടോ? അമ്മ പറഞ്ഞതല്ലേ നീ ജനിച്ചു, ഇന്നതാണ് പിറന്നാളെന്ന്. ആർക്കെങ്കിലും താൻ ജനിച്ചു എന്ന് പറഞ്ഞ് തൻ്റെ ജന്മം അനുഭവസിദ്ധമാണോ? താൻ മരിക്കാൻ പോണു എന്ന് വല്ലവരും പറയണതല്ലാണ്ട് താൻ മരിച്ചത് ഒരാളുണ്ടോ? ഒരാളെ മരിച്ച ആളെ കാണിച്ചു തരും എനിക്ക്. നമ്മൾ ഇത്രയൊക്കെ ശ്രാദ്ധ കൂട്ടണുണ്ടല്ലോ, എവിടെയാണ് ഈ മരിച്ച ആൾ? നമ്മൾ കൊടുത്തത് ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെയാ അറിയുക? അതൊന്നും പറയണ്ട, മിണ്ടട്ട. അതാണ് ഞാൻ പറഞ്ഞത്, വരുന്നത് വന്നോട്ടെ, പോകുന്നത് പൊയ്ക്കോട്ടെ. ഞാൻ എൻ്റെ പാട്ടിലിങ്ങനെ ഇരിക്കും. ഞാൻ ഉള്ളപ്പോഴല്ലേ നിങ്ങൾക്ക് വരാനും പോകാനും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് നന്ദി രേഖപ്പെടുത്തി, കൃതജ്ഞത രേഖപ്പെടുത്തി സന്തോഷമായിട്ട് കഴിയൂ. ഞാൻ അങ്ങനെ ഇരുന്നോളാന്ന്. ഇതാണ് ഉദാസീനൻ എന്ന് പറയുന്ന അവസ്ഥ. എല്ലാറ്റിൻ്റെയും മുകളിലിരിക്കുന്ന ഒരു നില. ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാനൈഷ്ഠുര്യം ഉത്സൃജ്യതാം. ക്രമത്തിലധികം കൃപ ആരോടും വേണ്ട, നൈഷ്ഠുര്യവും വേണ്ട. നിങ്ങൾ നിഷ്ഠുരനായിരിക്കരുത്. അതേസമയത്ത് കൃപാസാഗരം എന്നും പറയരുത്. അർജുനൻ യുദ്ധക്കളത്തിൽ ചെന്നിട്ട് എന്താ പറഞ്ഞത്? കൃപയാ പരയാ വിഷ്ടോ വിഷീദന്നിതമബ്രവീത്. ക്രമത്തിലധികമുള്ള കൃപ ബാധിച്ച് വിഷീദൻ ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ടാണത്രേ സംസാരിച്ചത്. കണ്ണീർ വാർത്തുകൊണ്ടാണ് സംസാരിച്ചത്. എന്താ? അയ്യോ, ഈ സ്വജനങ്ങൾ മുഴുവൻ കൊല്ലണ്ടേ? കൊന്നുകഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താവും? നമുക്കൊക്കെ അനവധി കാലം നരകത്തിൽ താമസിക്കേണ്ടി വരില്ലേ? ആരോടാ പറയണത്? കൃഷ്ണനോട്. ആർക്കൊക്കെ? നമുക്കൊക്കെ. അപ്പൊ കൃഷ്ണനും പെട്ടു അതിൽ. മഹാഭാരത യുദ്ധം നടന്നു, ഇപ്പൊ കൃഷ്ണനടക്കം നരകത്തിലാണോ? അതിലും സംശയം നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ അങ്ങോട്ട് പൊലമ്പി, കുറെ പൊലമ്പി എന്ന് മാത്രം. ഇതിനൊക്കെ കാരണം എന്താ? കൃപയാ പരയാ വിഷ്ഠോ, അങ്ങേ അറ്റത്ത കൃപ. ശ്രീകൃഷ്ണൻ അത് കേട്ടിട്ട് എന്താ പറഞ്ഞേ? കുതസ്ത്വാ കശ്മലദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ
നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഇത് ഹൃദയത്തിൻ്റെ ദുർബലതയാണ് അർജുന, ഇത് കൃപയൊന്നുമല്ല. നീ പറഞ്ഞതുകൊണ്ടും നടിച്ചതുകൊണ്ടും അത് കൃപയാവില്ല. നിന്റെ മനസ്സിൽ കാര്യങ്ങൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് വന്ന ആന്തര ദൗർബല്യമാണത്. ആ ദൗർബല്യത്തിനെ തള്ളിക്കളയൂ. നീ ക്ഷത്രിയനാണ്, ക്ഷാത്ര തേജസ്സുള്ളവനാണ്. പടപൊരുതാൻ 13 കൊല്ലക്കാലം തപസ് ചെയ്തും മറ്റു പ്രകാരത്തിലും വിഭാവനം ചെയ്തു വന്ന് നിൽക്കുകയാണ്. പെട്ടെന്നുള്ളൊരു കാഴ്ച നിന്നെ താളം തെറ്റിച്ചു എന്ന് പറയുമ്പോൾ അത് അയുക്തമാണ്, അന്വർത്ഥമല്ല, അതിനെ തള്ളിക്കളഞ്ഞേ തീരൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെയാ കൃഷ്ണൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാ, കണ്ണിലുണിയാ. കൃഷ്ണന് ഞാനും കണ്ണിലുണിയാ. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട കൃഷ്ണൻ തെറ്റായിട്ടൊന്നും പറയില്ല, എന്നെ സഹായിക്കാനും ഉദ്ധരിക്കാനും വേണ്ടി പറയുകയാണ്. അപ്പം ആ പറയുന്നതിൽ വലിയ സാരമുണ്ടാവും എന്ന് പറഞ്ഞ് മിണ്ടില്ല ഞാനിനി. ആ കൃപയൊക്കെ മാറ്റിവെച്ച് ഭീഷ്മരോടും ദ്രോണരോടും കൂടി പൊരുതുന്നത് ശരിയാണോ ശരിയല്ലല്ലോ എന്നൊക്കെയുള്ള ന്യായശാസ്ത്രമാ പിന്നെ അവർ തമ്മിൽ സംസാരിച്ചത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ജനകൃപാനൈഷ്ഠുര്യമുത്സൃജ്യതാം. അങ്ങടും ഇങ്ങടും ചായണ്ട നമ്മുടെ മനസ്സ്, അങ്ങനെ നടുക്കിൽ നിൽക്കട്ടെ. രണ്ടും വേണ്ട, നടുക്കിൽ അങ്ങോട്ട് നിൽക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സ്യതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദ്വന്നം നതു യാച്യതാം വിധിവശാത് പ്രാപ്തേന സന്തുഷ്യതാം ശീതോഷ്ണാദിവിഷഹ്യതാം നതു വൃഥാ വാക്യം സമുച്ചാര്യതാം ഔദാസീന്യമഭീപ്സ്യതാം ജനകൃപാനൈഷ്ഠുര്യം ഉത്സൃജ്യതാം. നമ്മുടെ ആശ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ദാ ഈ മാതിരിയുള്ള പഞ്ചകങ്ങളും പ്രകരണങ്ങളുമെല്ലാം ഇങ്ങനെ മുഴങ്ങി നിൽക്കണം. ഞങ്ങളുടെ ആശ്രമത്തിൽ സംസ്കൃത ശ്ലോകങ്ങളാണ് എപ്പോഴും ഞങ്ങൾ പ്രതിപാദിക്കുന്നത്. നാരായണാശ്രമ തപോവനത്തിൻ്റെ ഉള്ളിൽ വന്നാൽ അവിടെ ശാസ്ത്രങ്ങളെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റൂ. അതങ്ങോട്ട് കേട്ടാൽ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾക്കിത് കേൾക്കുക മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ടാന്ന്. മനസ്സ് നന്നാവാനും പവിത്രമാവാനും ആനന്ദഭരിതമാവാനും വേറെ ഒന്നും വേണ്ട, ഉള്ളതൊക്കെയുണ്ട്. ഒരു ദിവസം ഞാൻ പറഞ്ഞു, സ്വാമിജി ഞങ്ങൾക്കൊന്നും പഠിപ്പിക്കണില്ല എന്നൊക്കെ പരിഭവം പറഞ്ഞു മാജി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, 50 ശ്ലോകം പറഞ്ഞുതരാം. ആ 50 ശ്ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാവുമെന്ന്. അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി 100 വരെ എത്തി. യോഗവാസിഷ്ഠ ഒഴിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ പറഞ്ഞത് മുഴുവൻ ഏറ്റ് പഠിച്ച് അത് അവനവനിൽ പതിപ്പിച്ച് നോക്കി മാറ്റൊരച്ച് നോക്കി നന്നാവണം. അതാണ് ബാക്കിയുള്ളവരുടെ ധർമ്മം. സർവ കാര്യങ്ങൾക്കും ഇവിടെ പദ്യമാണ്, കാവ്യമാണ്. സ്വാമിജി ഇങ്ങനെ ഊണിൻ്റെ കാര്യത്തിൽ ഇത്രയൊക്കെ നിയന്ത്രണം പറയുമല്ലോ, ഇത് മനുഷ്യന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. there should be a shift in your emphasis. എന്താ ഞാൻ പറഞ്ഞേ? ജീവിതത്തിൽ നാം കൽപ്പിക്കുന്നതായ മൂല്യങ്ങളും ആദർശങ്ങളും ഉണ്ടല്ലോ, അതിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് വരണം. എന്താ ആ ഷിഫ്റ്റ്? നല്ല നല്ല ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ, പക്ഷേ എന്ത് ഭക്ഷണം, എവിടത്തെ ഭക്ഷണം എന്ന് ചിന്തിക്കണം. അപ്പോൾ ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ ധൈര്യം യസ്യ പിതാ ക്ഷമാ ജനനി ശാന്തിശ്ചിരം ഗേഹിനി സത്യം സൂനുരയം ദയാച ഭഗിനി ഭ്രാതാ മനഃസംയമഃ ശയ്യാ ഭൂമിതലം ദിശോപി വസനം ജ്ഞാനാമൃതം ഭോജനം. കേട്ടു ആവോ? നല്ലോണം ഭുജിച്ചോളൂ, കഴിച്ചോളൂ. എന്ത്? ജ്ഞാനാമൃതം ഭോജനം, ജ്ഞാനാമൃതം ഭോജനം. നിങ്ങളെ ഇവിടെ വരുത്തിയിരിക്കുന്നത് എന്തിനാ? ജ്ഞാന സദ്യ വിളമ്പാനാണ്. എന്ത്? അപ്പുറത്തുള്ള ഊണ് ശരീരത്തിനാണ്. ആ ഊണ് കൊടുത്ത് നിലനിർത്തുന്ന ശരീരം ആർക്ക് ഉപയോഗിക്കാനാ? മനസ്സിന്, ബുദ്ധിക്ക്. ആ ആന്തരമായിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും അമൃത ഭോജനമാണ് ഇവിടെ നൽകുന്നത്. ഈ വിരുന്നുണ്ടല്ലോ, ഈ സദ്യ, ഞാൻ എപ്പോഴും പറയും, സൂതൻ അങ്ങോട്ട് വിളമ്പിക്കൊടുത്തു ജ്ഞാനസദ്യ ശ്രോതാക്കൾക്ക് എന്ന്. ആ ജ്ഞാനസദ്യ അത് അമൃതാണ്, അമൃതാണ്, അമൃതാണ്. അതിപ്പോൾ നിങ്ങൾ 100 ആൾ എൻ്റെ മുമ്പിൽ ഇരുന്നോളൂ, 10,000 ആൾ എൻ്റെ മുമ്പിൽ ഇരുന്നോളൂ, 10 ലക്ഷം പേര് ഇരുന്നോളൂ, ഒരു കുറവുമില്ല. മറ്റതോ അവിടെ കുറയും, രണ്ടാമത് വെക്കേണ്ടി വരും. ഇല്ലേ? എന്താ മിണ്ടാത്തേ?
ജ്ഞാനാമൃതം ഭോജനം ഏതേ യസ്യ കുടുംബിനോ വദ സഖേ കസ്മാത് ഭയം യോഗിനഃ. ഒരു യോഗിയുടെ കുടുംബത്തിനെ വർണ്ണിക്കുക. എന്താ? നിങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങൾ കുടുംബികളല്ല എന്ന്. ഞാൻ വലിയ ഗൃഹസ്ഥനാ. എങ്ങനത്തെ ഗൃഹസ്ഥനാ? അതാ ഇതൊക്കെയാണ് നമ്മുടെ അംഗങ്ങൾ. ധൈര്യം യസ്യ പിതാ ക്ഷമാ ച ജനനീ. അച്ഛനാരാ? ധൈര്യം. ധൈര്യം. ധൈര്യം യസ്യ പിതാ ക്ഷമാ ച ജനനീ. അമ്മ എന്ന് പറഞ്ഞാൽ ക്ഷമാശീലം. ശാന്തിശ്ചിരം ഗേഹിനി. മനസ്സിന് വരുന്ന ശാന്തിയും തൃപ്തിയും ഉണ്ടല്ലോ, അതാണ് ധർമ്മപത്നി, ഗേഹിനി, വീട്ടുകാരി. സത്യം സൂനുരയം. സത്യം എന്ന് പറയുന്നതാണ് മകൻ. ദയാച ഭഗിനി. ഇനി സഹോദരി ഇല്ലായില്ല. ദയാച ഭഗിനി. ദയവാണ് ഭഗിനി. ഭ്രാതാ മനസ്സംയമഃ. കേൾക്കുന്നുണ്ടോ? ഒരു സഹോദരനുണ്ട്. ആരാ? സംയമം എന്ന് പറയുന്നത്. മനസ്സംയമഃ. ശയ്യാ ഭൂമിതലം. വീടുണ്ടാക്കണ്ട, ഭൂമിതലം. ഇവിടെ സന്യാസിമാരൊക്കെ വന്ന് ഇക്കൊല്ലം അങ്ങനെ കാണാറില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ആലിൻ്റെ ചോട്ടിലൊക്കെ കിടക്കും. എനിക്ക് അവരെ അങ്ങോട്ട് കണ്ടാലുണ്ടല്ലോ, ചിറകില്ലാതെ എൻ്റെ മനസ്സ് പറക്കും. അവരങ്ങോട്ട് കിടന്ന് ഒരു ആവലാതിയുമില്ലാതെ അങ്ങനെ കിടന്നുറങ്ങുന്നു. എന്താണ് ആ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. നമ്മൾക്ക് ഫാനുണ്ട്, എയർ കണ്ടീഷനുണ്ട്, എന്നിട്ട് കിടന്ന് ഉരുളൂ ഉറക്കം വരാതെ. അവർക്കൊരു കുഴപ്പമില്ല. ശയ്യാ ഭൂമിതലം ദിശോഭിവസനം. 8 ദിക്കുകളാണ് വസ്ത്രം. ദിഗംബരന്മാരാ. ദിശോഭിവസനം ജ്ഞാനാമൃതം ഭോജനം. ജ്ഞാനം. എവിടെ ഇങ്ങനെയുള്ള സത്കഥകളുണ്ട്, തത്വകഥനങ്ങളുണ്ട്, അവിടെ ചെന്ന് പെടുക, കേൾക്കുക. ആ കേൾക്കുന്നത് മുഴുവനും വലിയ ഒരു ഭോജനമാണ്. ജ്ഞാനാമൃതം ഭോജനം. അമൃതാണ് ആ ഭോജനം. ബാക്കിയുള്ളതൊക്കെയോ മരിക്കാനുള്ള ഭക്ഷണ. ഇത്തിരി കഠിനമായി പോയില്ലേ? നിങ്ങൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ചോറ് കറിയൊക്കെ ആയിട്ട്, അത് എന്തിനുള്ളതാ? മരിക്കാനുള്ളത്. അത് മരിക്കുന്ന ശരീരത്തിനുള്ള ഭക്ഷണമാണ്. ഓരോ ദിവസവും ഭക്ഷണം കഴിച്ച് എന്താ? മരിക്കുന്നവരെ കഴിക്കുക. ഇതങ്ങനെയല്ല. അമൃതം ഭോജനം ജ്ഞാനാമൃതം. അപ്പം അമൃത് ഭുജിക്കണമെങ്കിൽ അത് ബാഹ്യഭക്ഷണം കൊണ്ട് അടുക്കളയിൽ നിന്ന് കിട്ടില്ല. അത് നൈമിഷാരണ്യം സത്രശാലയിൽ നിന്നേ കിട്ടുള്ളൂ. എന്താ നിങ്ങൾ സമ്മതിക്കണില്ല എന്നുണ്ടോ? ജ്ഞാനാമൃതം ഭോജനം ഏതേ യസ്യ കുടുംബിനോ വദ സഖേ. ഈ കുടുംബാംഗങ്ങൾ ആർക്കുണ്ടോ ആ ആള് കസ്മാത് ഭയം യോഗിനഃ. അങ്ങനെയുള്ള യോഗിക്ക് ഏതെങ്കിലും ഭയഹേതു ഉണ്ടോ? വല്ല ഇൻഷുറൻസ് എടുക്കണോ? അതോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഓടി വരുമോ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി വരും. ധൈര്യം യസ്യ പിതാ ക്ഷമാ ച ജനനീ ശാന്തിശ്ചിരം ഗേഹിനി. സത്യം സൂനുരയം ദയാ ച ഭഗിനി ഭ്രാതാ മനസ്സംയമഃ. ശയ്യാ ഭൂമിതലം ദിശോഭിവസനം ജ്ഞാനാമൃതം ഭോജനം ഏതേ യസ്യ കുടുംബിനോ വദ സഖേ കസ്മാത് ഭയം യോഗിനഃ. ഏതേ യസ്യ കുടുംബിനോ വദ സഖേ കസ്മാത് ഭയം യോഗിനഃ. ഈ ശ്ലോകം ഞാൻ പലതവണ ചൊല്ലിയിട്ടുണ്ടാവും. അത് ചൊല്ലുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്കറിയാമോ, ബാഹ്യമായിട്ടുള്ള ഒരു സാധനവുമില്ലാതെ മനസ്സ് പരമസന്തുഷ്ടമാവുന്നതാണ് ഈ ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സ്. ഒരു പിച്ച ഇവിടെ നിന്ന് വേണ്ട. ഇങ്ങനെയുള്ളത് വായിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ചൊല്ലുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ്. ഇതാണ് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. മോനെ, ഞാൻ പോളിസി എടുത്തിട്ടുണ്ട്. അത് ഒക്കെ എന്താ? അത് ഇങ്ങനെയുള്ള മനസ്സമ്പത്തുകൾ പറഞ്ഞ് പഠിപ്പിക്കൂ. ഇതാണ് നമുക്ക് ആവശ്യം. അഷ്ടാവക്രനോട് ജനക മഹാരാജാവ് ചോദിച്ചു, കഥം ജ്ഞാനമവാപ്നോതി കഥം മുക്തിർഭവിഷ്യതി വൈരാഗ്യം ച കഥം പ്രാപ്തം ഏതദ്ബ്രൂഹി മമ പ്രഭോ.
അഷ്ടാവക്ര സംഹിത വളരെ വിശേഷപ്പെട്ടതാണ്. ഭഗവത്ഗീതയെ പോലെ ഒരു ഗ്രന്ഥമാണ്, പക്ഷെ വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. ചിലരൊക്കെ പറയും, സ്വാമിജി അഷ്ടാവക്ര സംഹിത TV ചാനലിൽ പറയണം കേട്ടോ എന്ന്. ആരാ കേൾക്കുക ചോദിക്കും ഞാൻ. അപ്പോൾ സ്വാമിജി ഇത് പറഞ്ഞ് മുഴുവനാക്കുമ്പോഴേക്കും അവർ കേൾക്കാനുണ്ടാവും. സമ്മതിച്ചു. ഇത് എങ്ങനെയാണ് നടത്തുക? അപ്പോൾ ഇത് എളുപ്പം മതിയോ? ഒരു സത്രം നടത്തണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണോ? എളുപ്പമല്ല. ഒക്കെ പറയാൻ നമുക്ക് അഭിലാഷം ഉണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ ചോദിക്കുകയാണ്, കഥം ജ്ഞാനമവാപ്നോതി, എങ്ങനെയാണ് ജ്ഞാനം കൈക്കലാക്കുക, സമ്പാദിക്കുക? കഥം മുക്തിർഭവിഷ്യതി, എങ്ങനെ മുക്തി ഉണ്ടാവും? വൈരാഗ്യം ച കഥം പ്രാപ്തം, വൈരാഗ്യം എങ്ങനെയാണ് സാക്ഷാത്കരിക്കുക, അനുഭവസിദ്ധമാക്കുക? ഏതദ് ബ്രൂഹി മമ പ്രഭോ, പ്രഭോ ഇതെനിക്ക് പറഞ്ഞു തരൂന്ന്. ആരാ ചോദിക്കുന്നത്? ജനക മഹാരാജാവ് 8 വളവുള്ള അഷ്ടാവക്രനോട്, മഹർഷിയോടാണ് ചോദിക്കുന്നത്. അവർക്ക് ചോദിക്കാൻ വേറെ ഒരു സ്ഥലവുമില്ല. കാര്യം ബഹുപത്നിമാരുണ്ടാവാം, അവർക്ക് ബഹുസന്താനങ്ങളും ഉണ്ടാവാം. മനസ്സിൻ്റെ ദാഹം തീർക്കാൻ ഇവരാരും പര്യാപ്തരല്ല. അപ്പം അഷ്ടാവക്രൻ ചോദിച്ച മാതിരി തന്നെ മറുപടി പറയാ. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ ക്ഷമാർജവദയാ തോഷ സത്യം പീയൂഷവദ്ഭജ. കഴിഞ്ഞു കാര്യം. മുക്തിമിച്ഛസി ചേത്താത, മോനെ, മകനെ, നിനക്ക് മുക്തിയാണ് ആവശ്യം, മുക്തി അഭിലഷിക്കുന്നു എങ്കിൽ വിഷയാൻ വിഷവത്യജ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ? വലിയ വിലയിരുത്തലാണ്. ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള ലോകവസ്തുക്കളുണ്ടല്ലോ, അത് മുഴുവനും വിഷമാണെന്ന് കണക്കാക്കി പരിത്യജിക്കൂന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയ സന്തോഷമോ? എല്ലാവർക്കും എല്ലാവരും പറയുന്നില്ല. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ. വിഷം എങ്ങനെയോ അതുപോലെയാണ് ഈ ലോകവസ്തുക്കൾ മുഴുവനും. ഈ ലോകവസ്തുക്കൾ അനുഭവിച്ചു കൊണ്ട് വേണ്ട മനസ്സിന് സന്തുഷ്ടി പ്രാപിക്കാൻ. ഒരു മോഹം കൊണ്ടാണ് നാം ബാഹ്യവസ്തുക്കളിൽ നിന്ന് സന്തോഷം കാണുന്നത്. സന്തോഷരചയിതാവാരാ? സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരമല്ലേ? ആ വികാരം പുറം വസ്തുക്കളിൽ നിന്ന് വരുമോ? ആ വികാരം ജനിപ്പിക്കുന്നത് ആരാ? മനസ്സ് മാത്രം. അപ്പം സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരമോ ഭാവമോ ആയിരിക്കെ മനസ്സ് മാത്രമാണ് അതിൻ്റെ സൃഷ്ടാവ്. അപ്പോൾ വികാരത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന മനസ്സിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി പുറം വസ്തുക്കളെ എന്തിന് തേടി നടക്കുന്നു? ഇത് തെറ്റോ അതോ ശരിയോ? എന്താ മിണ്ടാത്ത എല്ലാവരും? പറയുന്നങ്ങോട്ട് തെറ്റെന്ന്. ഈ മനസ്സാണ് സന്തോഷിക്കാനും സന്തപിക്കാനും. ഈ ലോകത്തിലുള്ളത് മുഴുവനും കിട്ടിയാലും നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാവില്ല. ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കാം. മുല കുടിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഊരകത്തിൽ. പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി ബംഗളൂരിൽ നിന്ന്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചുപോയി, സ്വാമിജി ഒന്ന് പോയി കണ്ട് സമാധാനിപ്പിക്കുമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ മുല കുടിക്കുന്ന കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയിലൊന്നുമില്ല, അമ്മ കരഞ്ഞിങ്ങനെ ഇരിക്കുക. ഭർത്താവ് വിദേശത്ത് മരിച്ചു എന്നുള്ള വർത്തമാനം കിട്ടിയിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. കരച്ചിലാണ്. വാസ്തവത്തിൽ ഒരു കുട്ടിയെ കണ്ട അമ്മയ്ക്ക് സന്തോഷമല്ലേ? എന്താ മിണ്ടാതെ? അപ്പം സന്തോഷിപ്പിക്കേണ്ടതായ കുട്ടിയെ പരിത്യജിച്ച് ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് മുല കൊടുക്കാനുള്ള മനസ്ഥിതി, മനസ്സെന്ന് വെച്ചാൽ മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ബാഹ്യവസ്തുവിലാണോ സന്തോഷം? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ബാഹ്യവസ്തു സന്തോഷിപ്പിക്കുന്നതാണോ? നേരെ മറിച്ച് ഭർത്താവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ദുഃഖം വന്നതോ? ഈ ദുഃഖം ആരാ ഉണ്ടാക്കിയത്? മനസ്സ്. ഈ സന്തോഷം ആരാ ജനിപ്പിക്കുന്നത്? മനസ്സ്. അപ്പൊ കുട്ടിയെ നോക്കി കൊഞ്ചിക്കൊഴഞ്ഞ് ഉമ്മ കൊടുത്ത് മുല കൊടുക്കുന്നതിന് പകരം, സ്തന്യം കൊടുക്കുന്നതിന് പകരം ആ അമ്മ കിടന്ന് ഉറങ്ങുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ ബാഹ്യവസ്തുക്കളല്ല ആ സന്തോഷഹേതു, മനസ്സാണെന്ന്? മനസ്സിലാവില്ല, സമ്മതിക്കില്ല. ഈ സദസ്സ് സമ്മതിക്കുന്നുണ്ടോ? ആ മനസ്സിനെ കയ്യിൽ വെച്ചുകൊണ്ട് നാം എന്താണ് ഈ പുറത്തേക്ക് ഓടിപ്പായുന്നത്? അതാണ് അഷ്ടാവക്രൻ ചോദിക്കുന്നത്. മുക്തിമിച്ഛസി ചേത്താത വിഷയാൻ വിഷവത്യജ. വിഷം പോലെ കണക്കാക്കി ബാഹ്യവസ്തുക്കളെ എല്ലാറ്റിനെയും വിടൂ. നിനക്ക് സന്തോഷം തരാനുള്ളത് നിന്റെ മനസ്സാണ്. ആ മനസ്സിന് സന്തോഷം രചിക്കാൻ പരസഹായം ആവശ്യമില്ല.
ഒരു വസ്തു പുറത്തുനിന്ന് വേണ്ട. ഏതെങ്കിലും ബാഹ്യവസ്തു നുഴഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ കയറുമോ? നിങ്ങളുടെ വീട് നിൽക്കുന്നത് പുറത്തോ അകത്തോ? നിങ്ങളുടെ കുട്ടികളെവിടെയാ, പുറത്തോ അകത്തോ? എല്ലാം പുറത്തല്ലേ. ഏതെങ്കിലും ഒന്ന് ഉള്ളിൽ കിടന്നാൽ ശരീരം പൊട്ടിപ്പോവില്ലേ? അപ്പൊ ബാഹ്യവസ്തുക്കളൊക്കെ പുറത്താണ്. അത് എൻ്റെ ആണെന്നുള്ളൊരു തോന്നൽ മനസ്സ് രചിച്ച് അവിടുന്നാണ് സന്തോഷമുണ്ടാക്കുന്നത്. അപ്പൊ പലതും ഉണ്ടാവാം, സന്തോഷമില്ലെന്ന് വരാം, ഒന്നുമില്ലാതെ ഇരിക്കാം, പിന്നെയും മനസ്സ് സന്തോഷിക്കാൻ വിരോധമില്ല. വേദാന്തവാക്യേഷു സദാരമന്തോ ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്തഃ വിശോകമന്തഃ കരണേരമന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. ശങ്കരാചാര്യർ രചിച്ച കൗപീന പഞ്ചകമാ. കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഞാനിത് വായിച്ചത്. എൻ്റെ അപ്പോ അന്ന് മുതൽക്ക് നമ്മുടെ ആത്മസുഹൃത്തായി അത്. വേദാന്തവാക്യേഷു സദാരമന്തോ. വേദാന്ത വാക്യങ്ങളുണ്ടല്ലോ, വേദാന്ത പ്രഖ്യാപനങ്ങൾ. ആ പ്രഖ്യാപനങ്ങളിൽ മാത്രം ആരമണം, സന്തോഷിക്കുകയാണ് അവര്. അപ്പം അവർക്ക് സന്തോഷമില്ലേ? ഉണ്ട്. അതെന്തിലാ? വേദാന്ത വാക്യങ്ങളിൽ. ഭിക്ഷാന്ന മാത്രേണ ചതുഷ്ടിമന്തഃ. ശരീരം നിലനിർത്താൻ വേണ്ടി ഭിക്ഷ യാചിച്ച് അതിൽ സന്തോഷിച്ച് അവർ കഴിയുന്നത്. വിശോകമന്തഃകരണേ ചരന്തഃ. ഒരു ദുഃഖവുമില്ലാതെ നിർദുഃഖരായി അവർ അവനവൻ്റെ മനസ്സിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്, അതിൽ തന്നെയാണ് അവർ വിനോദിക്കുന്നത്, വിഹരിക്കുന്നത്, അവരുടെ ആരവണം. അങ്ങനെയുള്ള ആൾക്കാർ കൗപീനം മാത്രം ധരിച്ച് ഈ ലോകത്തിൽ കഴിയുന്നുണ്ടല്ലോ, ആ കൗപീനധാരികളാണ് മഹാഭാഗ്യവാന്മാർ. അപ്പം നിങ്ങളൊക്കെയോ? ഇതിന് കൊതിച്ചു കഴിഞ്ഞോളൂ, അതേ വഴിയുള്ളൂ. കൗപീനവന്തഃ ഖനു ഭാഗ്യവന്തഃ. ഏതാണ്ട് ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങളുടെ ആശ്രമത്തിൽ, അധികം പ്രായമൊന്നും ആയിട്ടില്ല, മധ്യവയസ്കരായിരിക്കുന്ന ദമ്പതികൾ വന്നു. അതിൽ ഭർത്താവ് പറയുക, സ്വാമിജി കൗപീന പഞ്ചകം ചൊല്ലി കേട്ടപ്പോൾ എനിക്ക് കൗപീന ഉടുത്തിട്ട് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയത്. ഞാനതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. മനസ്സ് ഭാവനാസമർത്ഥമാണ്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൽ ഇങ്ങനെയുമുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് ഇത് കേട്ടതുകൊണ്ട് പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സ് ഉള്ളതിലും ഇല്ലാത്തതിലും ഒരുപോലെയുള്ളൊരു ഭാവം വളർത്തി ആ ആത്മതുഷ്ടി മനസ്സിൽ നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. അതാണ് മൂലം തരോ കേവലമാശ്രയന്തഃ പാണിദ്വയം ഭോക്തുമമന്ത്രയന്തഃ കന്ഥാമിവ ശ്രീമപി കുത്സയന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. മൂലം തരോ കേവലമാശ്രയന്തഃ. അവർക്ക് ക്ഷീണം തീർക്കണം, ഒന്ന് വിശ്രമിക്കണം തോന്നിയാൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ ചെന്നു ചാരി ഞങ്ങളിരുന്നു, തണലുള്ള ഭാഗം നോക്കി. ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തണലുണ്ടാവുമല്ലോ. പാണിദ്വയം ഭോക്തും അമന്ത്രയന്തഃ. വിശപ്പ് മാറാൻ 2 കൈ നീട്ടി ഊണ് കഴിക്കുകയുള്ളൂ. കന്ഥാമിവ ശ്രീമപി കുത്സയന്തഃ. മഹാലക്ഷ്മിയെ കീറ തുണി കഷ്ണം പോലെ എന്താ മഹാലക്ഷ്മിയെ ചവിട്ടി അങ്ങോട്ട് തള്ളുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഇവിടുത്തെ സംസ്കാരം കൂട്ടരേ. നിങ്ങളുടെ പണക്കൊതിക്ക് എന്നേക്കുമായി വിട പറയും. പിശുക്കന്മാരവരുടെ പിശുക്ക് വലിച്ചെറിയൂ. മനസ്സ് ഉദാരമാകട്ടെ. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ളത് നിങ്ങളുടെ മനസ്സ് മാത്രം. ആ മനസ്സ് സന്തുഷ്ടമാകണമെങ്കിൽ മനോവിഭവം വേണം, മനസ്സിനുള്ള ഭക്ഷണം വേണം. ആ ഭക്ഷണമാണ് ജ്ഞാനാമൃതം ഭോജനം എന്ന് പറഞ്ഞു തരുന്നത്. കന്ഥാമിവ ശ്രീമപി കുത്സയന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. കൗപീനം മാത്രം ഉടുത്ത് നടക്കവരുണ്ടല്ലോ, അവരാണ് പരമഭാഗ്യവാന്മാർ. ബ്രഹ്മാക്ഷരം പാവനമുച്ചരന്തോ ബ്രഹ്മാഹമസ്മീതി വിഭാവയന്തഃ ഭിക്ഷാശിനോ ദിക്ഷു പരിഭ്രമന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. അവരെ സന്തോഷിപ്പിക്കാനായി അവർ ബ്രഹ്മാക്ഷരം, പരമപവിത്രമായ ബ്രഹ്മാക്ഷരം മാത്രം ഉച്ചരിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് അവരെ സന്തോഷിപ്പിക്കുന്നത്. തൽക്കാലം ഞാൻ നിർത്താം. നമുക്ക് നാളെ തുടങ്ങാം. നാളെയോ മറ്റന്നാളോ എന്നാന്ന് വെച്ചാന്ന്.
സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠകലനാരഹിതഃ ക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഓം ഹരി ഓം ഹരി. എല്ലാവരും കൂടി ഓ ഹരി